അപ്പോൾ ഓക്കെ, നമ്മുടെ ക്ലാസ് ഇന്ന് നമ്മൾ ഫിസിക്സ് ആണ് നോക്കുന്നത്. അപ്പോൾ അത്യാവശ്യം സിലബസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോർഷൻസിൽ നമ്മളൊന്ന് ഓടിച്ചു പോവുകയാണ്. ഒത്തിരി ഡീപ്പായിട്ട് എടുക്കാനുള്ള ടൈമില്ല, എന്നാലും നമ്മൾ എല്ലാ പോർഷൻസും ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിൽ പഠിക്കാനായിട്ടുള്ളത് ഭൗതികശാസ്ത്രത്തിൻ്റെ ശാഖകൾ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കുണ്ട്. അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ഒരുപാട് ചോദിച്ചു കാണുന്നൊന്നുമില്ല. അപ്പോൾ തൽക്കാലം അത് ഞാൻ വിടുകയാണ്. അത് നമ്മൾ ഈ പറയുന്ന ഒപ്റ്റിക്സ്, അക്വസ്റ്റിക്സ് എന്നൊക്കെ പറയില്ലേ, ശബ്ദത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അക്വസ്റ്റിക്സ്, പ്രകാശത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഒപ്റ്റിക്സ്, അങ്ങനെയൊക്കെയുള്ള കുറേ നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ള കുറേ ബ്രാഞ്ചസ് തന്നെയാണ്. അത് നമ്മൾ തൽക്കാലം സ്കിപ്പ് ചെയ്തിട്ട് അടുത്തതിലോട്ട് പോവുകയാണ്. അടുത്തതിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ദ്രവ്യം, യൂണിറ്റ്, അളവുകൾ, അങ്ങനെയുള്ള തുടങ്ങിയ ഭാഗങ്ങളാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ദ്രവ്യം എന്ന് പറയാം. ദ്രവ്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാ മെറ്റീരിയൽസും നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാനമായിട്ടുള്ള ഒരു ഘടകമാണ് എന്തെന്ന് പറയുന്നത് ഈ ദ്രവ്യം എന്ന് പറയുന്നത്. അതായത് എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ദ്രവ്യം കൊണ്ടാണ്. അപ്പോൾ ഈ ദ്രവ്യം എന്താണെന്ന് ചോദിച്ചാൽ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ദ്രവ്യം എന്ന് പറയുന്നത്. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ വസ്തുക്കൾ. അപ്പോൾ അവയ്ക്ക് ഇരിക്കാനായിട്ട് കുറച്ച് സ്പേസ് വേണം, അതിന് നമ്മൾ അതിൻ്റെ വോളിയം എന്ന് പറയും. അപ്പോൾ ഓരോ വസ്തുവിനും ഇരിക്കാൻ ആവശ്യമായ, അതിന് ഒക്യുപ്പൈ ചെയ്യാൻ വേണ്ട സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അതിൻ്റെ വോളിയം, അല്ലെങ്കിൽ സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലം. അപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ സ്ഥലം ആവശ്യമുള്ളതും അതുപോലെ തന്നെ ഒരു മാസ് ഉള്ളതുമായ വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുക ദ്രവ്യം എന്ന് പറയുക. ഇനി എന്താണ് മാസ് എന്ന് ചോദിച്ചാൽ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെ കാണിക്കുന്ന ഒരു പദമാണ് എന്ത് മാസ് അല്ലെങ്കിൽ പിണ്ഡം എന്ന് പറയുന്നത്. കേട്ടോ, അപ്പോൾ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് പിണ്ഡം അല്ലെങ്കിൽ മാസ്. ഇവിടെ മാസ് അളക്കുന്നത് കിലോഗ്രാമിലാണ്. കിലോഗ്രാം എന്ന് പറയുന്ന യൂണിറ്റ് വെച്ചാണ് മാസ് അളക്കുന്നത്. മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി സാധാരണ നമ്മൾ ഉപയോഗിക്കുക കോമൺ ബാലൻസ് ആണ്. കോമൺ ബാലൻസ് അല്ലെങ്കിൽ സാധാരണ ത്രാസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മാസ് മെഷർ ചെയ്യുന്നത്. അപ്പൊ സാധാരണ നമുക്ക് എപ്പോഴും തെറ്റിപ്പോവാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഭാരവും മാസും തമ്മിലാണ്. അപ്പൊ ഭാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മാസുള്ള വസ്തുവിനെ, ഞാനിപ്പോൾ പറയുന്ന ഒരു 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു, ആ വസ്തുവിനെ ഞാൻ ഭൂമിയുടെ ഉപരിതലത്തിൽ, അതായത് സർഫസിൽ എവിടെയെങ്കിലും നമ്മൾ നിൽക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു ഒബ്ജക്റ്റ് എർത്തിന്റെ സർഫസിൽ ഇരിക്കുകയാണ്. അപ്പൊ ഈ ഒബ്ജക്റ്റിൽ എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, ഒരു ആകർഷണ ബലം കൊടുക്കുന്നുണ്ട്. അപ്പൊ ആകർഷണ ബലം പ്രയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും? വസ്തുവിനെ ഭൂമി അതിന്റെ സെന്ററിലോട്ട്, കേന്ദ്രത്തിലോട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ സമയത്ത് പ്രയോഗിക്കുന്ന ബലത്തിനെ നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറയും. അപ്പോൾ ഓരോ വസ്തുക്കൾക്കനുസരിച്ച് എന്ത് ചെയ്യും? ഈ ഗുരുത്വാകർഷണ ബലം മാറും. അതായത് വലിയൊരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ഗുരുത്വാകർഷണ ബലം അല്ല ചെറുതിൽ അനുഭവപ്പെടുന്നത്. അപ്പോൾ വസ്തു മാറുന്ന അനുസരിച്ച്, അല്ലെങ്കിൽ അതിന്റെ മാസ് മാറുന്ന അനുസരിച്ച് എന്ത് മാറും? ഈ ഗുരുത്വാകർഷണ ബലം മാറും. അങ്ങനെ ഓരോ വസ്തുവിലും പ്രയോഗിക്കപ്പെടുന്ന ഗുരുത്വാകർഷണ ബലത്തിനെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അതിന്റെ വെയിറ്റ് അല്ലെങ്കിൽ ഭാരം. വെയിറ്റ് അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കാം? ഭാരം എന്ന് വിളിക്കാം. ഈ ഭാരം അളക്കുന്നതിനുള്ള യൂണിറ്റ് കിലോഗ്രാം വെയിറ്റ് ആണ്. കിലോഗ്രാം വെയിറ്റ്. ഇനി ഭാരം അളക്കണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനം സ്പ്രിംഗ് ബാലൻസ് ആണ്, അല്ലെങ്കിൽ സ്പ്രിംഗ് ത്രാസ്. അപ്പൊ ഭാരം അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസ് എന്ന് പറയുന്നത് സ്പ്രിംഗ് ബാലൻസ് ആണ്. മാസ് അളക്കാനാണെങ്കിൽ നമുക്ക് എന്ത് മതി? കോമൺ ബാലൻസ് മതി. 2 തട്ടുള്ള ത്രാസ് ഇല്ലേ, അതാണ് കോമൺ ബാലൻസ് എന്ന് പറയുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ മാസ് അളക്കുന്നത്. പക്ഷെ ഭാരം അളക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? സ്പ്രിംഗ് ബാലൻസ് വെച്ചിട്ടാണ്. അപ്പോൾ ഭാരവും മാസും എന്താന്ന് കിട്ടി? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസുള്ളതുമായ വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ദ്രവ്യം എന്ന് വിളിക്കുന്നത്. ദ്രവ്യത്തിൽ അടങ്ങിയിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെ വിളിക്കുന്ന പേരാണ് മാസ്. ആ 2 കാര്യങ്ങൾ കിട്ടി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ മാസമൊക്കെ അളക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമുക്ക് കുറച്ച് യൂണിറ്റുകൾ വേണം, അളവുകളൊക്കെ വേണം, അല്ലേ? അപ്പോൾ പണ്ട് കാലത്ത് ഒരുപാട് അളവുകളും സിസ്റ്റങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 എണ്ണമാണ് CGS സിസ്റ്റം, FPS സിസ്റ്റം, MKS സിസ്റ്റം. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അല്ലേ? CGS, FPS, MKS. ഈ CGS സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാത്തിലും നിങ്ങൾക്ക് കാണാം 3 ലെറ്റേഴ്സ് ആണുള്ളത്. അപ്പോൾ 3 എണ്ണത്തിനെയാണ് അതെന്ത് ചെയ്യുന്നത്? നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്നത് 3 അളവുകളാണ്, ഇല്ലേ? അപ്പോൾ ഈ 3 അളവുകളിൽ ഓർഡർ ഇങ്ങനെയാണ്. ആദ്യത്തേത് ലെങ്ത്തിന്റെ അളവ്, രണ്ടാമത്തേത് മാസിന്റെ അളവ്, മൂന്നാമത്തേത് ടൈമിന്റെ അളവ്. ഇങ്ങനെയാണ് ഓർഡർ പോകുന്നത്.
അപ്പൊ നമുക്ക് CGS സിസ്റ്റത്തിൽ ആദ്യം ലെങ്തിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ, സിയിൽ തുടങ്ങുന്ന യൂണിറ്റ് സെന്റിമീറ്റർ. അടുത്ത മാസിന്റെ യൂണിറ്റ് ഗ്രാം ആണ്, ജിയിൽ തുടങ്ങുന്നത് ഗ്രാം. സമയത്തിൻ്റെത് സെക്കൻഡ്. അപ്പോൾ CGS സിസ്റ്റം കഴിയും. അപ്പോൾ CGS സിസ്റ്റത്തിൽ ലെങ്തിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതെന്ന് ചോദിച്ചാൽ സെന്റിമീറ്റർ, മാസിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് ചോദിച്ചാൽ ഗ്രാം. അടുത്തത് സമയത്തിന് അല്ലെങ്കിൽ ടൈമിന് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ സെക്കൻഡ്. ഇങ്ങനെയാണ് യൂണിറ്റുകൾ പോവുക. ഇനി നമ്മൾ FPS പോയി കഴിഞ്ഞാൽ FPS ദൂരത്തിന് അല്ലെങ്കിൽ ലെങ്തിന് ഉപയോഗിക്കുന്നത് ഫൂട്ട്, നമ്മൾ അടി എന്ന് പറയില്ലേ ആ കണക്കാണ്. അടുത്ത് പൗണ്ട്, മാസ് അളക്കുന്നതിന് വേണ്ടി പൗണ്ട്, സമയം അളക്കുന്നതിന് വേണ്ടി എന്ത് തന്നെയാണ്, സെക്കൻഡ് തന്നെയാണ്. നമ്മള് ക്ലാസ് സ്റ്റോപ്പ് ആയി മാഡം, സ്റ്റോപ്പ് ആയി. സോറി, ഒരു കോൾ വന്നതാണ്. ഒരു സെക്കൻഡേ. ഇപ്പൊ ഓക്കെ മാഡം. അതെനിക്ക് കോൾ വന്നതാണ്. ഓറിയന്റേഷൻ മാറ്റാം. യെസ് യെസ്, ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ ആണ്, ഓക്കെ അല്ലേ? ഓക്കെ. അത് നോക്കിയോടാ. അപ്പൊ ഇനി നമ്മൾ MKS പോയി കഴിഞ്ഞാൽ മാസിന് നമ്മൾ ലെങ്തിന് ഉപയോഗിക്കുന്നത് മീറ്റർ ആണ്. അടുത്ത് മാസിന് കിലോഗ്രാം ഉപയോഗിക്കും, ടൈമിന് സെക്കൻഡ് ഉപയോഗിക്കും. ഇങ്ങനെയാണ് 3 സിസ്റ്റം. ഇത് പണ്ട് ഉപയോഗിച്ചിരുന്ന സിസ്റ്റം ആണ്. ഇനി ഈ സിസ്റ്റം 3 എണ്ണം ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം, നമ്മളിപ്പോൾ CGS ഉപയോഗിക്കുന്നു, വേറൊരു രാജ്യത്തുള്ളവർ FPS ഉപയോഗിക്കുന്നു, മറ്റൊരു രാജ്യക്കാര് MKS ഉപയോഗിക്കുമ്പോൾ ഈ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ ഭയങ്കര ബുദ്ധിമുട്ട് വരും ഇല്ലേ? അതായത് നമ്മൾ പറയുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലാവത്തില്ല, അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവാത്ത ഒരു കണ്ടീഷൻ അല്ല. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ സിസ്റ്റത്തിനെ എല്ലാം കൂടെ ഒന്ന് യൂണിഫൈ ചെയ്തിട്ട് ഒറ്റ സിസ്റ്റം ആക്കി മാറ്റണം എന്നുള്ളൊരു തീരുമാനം ഉണ്ടായി. അങ്ങനെ ഏറ്റവും മോഡേൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ MKS ആണ്. FPS സിസ്റ്റം ഉപയോഗിച്ചിരുന്നത് ബ്രിട്ടീഷുകാരാണ്. അപ്പൊ ഈ MKS സിസ്റ്റത്തില് ഇപ്പൊ ഒരു 3 ക്വാണ്ടിറ്റീസ് ആണ് ഉള്ളത്. ഇതിനെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്തിട്ടാണ് SI സിസ്റ്റം വരുന്നത്. SI സിസ്റ്റം, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഓക്കെ, അപ്പോ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് SI സിസ്റ്റത്തിനാണ്. ഈ SI സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ MKS കുറച്ച് മോഡിഫൈ ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സിസ്റ്റം ആണ്. ഇത് 1960-ലാണ് ഈ SI സിസ്റ്റം വരുന്നത്. അപ്പൊ നമുക്കിനി പഠിക്കാനുള്ളത് SI സിസ്റ്റത്തിനകത്ത് വരുന്ന യൂണിറ്റ്സുകളും അവയുടെ അതിന് ഉപയോഗിക്കുന്ന സിംബൽസും ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഈ SI സിസ്റ്റത്തിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ 2 ടൈപ്പ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ കുറിച്ച് പറയാം. നോക്കിക്കോണേ. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഒത്തിരി ക്വാണ്ടിറ്റികളുണ്ട്. നമ്മൾ സ്പീഡ് പറയാറുണ്ട്, അല്ലെങ്കിൽ ആക്സിലറേഷൻ പറയാറുണ്ട്, ഫോഴ്സ് പറയാറുണ്ട്, ദൂരം ലെങ്ത് അളക്കാറുണ്ട്, സമയം അളക്കാറുണ്ട്, ടെമ്പറേച്ചർ അളക്കാറുണ്ട്. അങ്ങനെ ഒത്തിരി ക്വാണ്ടിറ്റീസ് നമുക്ക് ചുറ്റുമുണ്ട്. ഈ ക്വാണ്ടിറ്റീസിനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഭൗതിക അളവുകളെ, ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതെന്ന് പറയുന്നത്, അതിൽ ഒന്നാമത്തത് ബേസിക് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, ബേസിക് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. രണ്ടാമത്തെ ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അപ്പൊ ഒന്നാമത്തത് ബേസിക് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, രണ്ടാമത്തത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധനത്തിനെയും നമുക്ക് എന്താ പറയാം, ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയാം. ഇതിൽ ഈ ബേസിക് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അടിസ്ഥാന അളവുകൾ എന്ന് പറഞ്ഞാൽ, ഈ അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വേറെ ഒരുപാട് അളവുകളെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇവയെ പിന്നെ ഡിവൈഡ് ചെയ്ത് നമുക്ക് മറ്റളവുകളാക്കി മാറ്റാൻ പറ്റത്തില്ല. അതായത് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള രൂപമാണ് ഈ ബേസിക് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനകത്ത് വരുന്നത്. ഇതിനകത്തുള്ള ഏതെങ്കിലുമൊക്കെ ക്വാണ്ടിറ്റീസ് ജോയിൻ ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ക്വാണ്ടിറ്റിയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ കറക്റ്റ് മലയാളം വേണമെങ്കിൽ വ്യുൽപ്പന്ന അളവെന്ന് പറയും കേട്ടോ. വ്യുൽപ്പന്ന അളവുകൾ. വ്യുൽപ്പന്ന അളവുകൾ.
കിട്ടി. അപ്പൊ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് എത്രയായിട്ട് തിരിക്കാം? രണ്ടായിട്ട് തിരിക്കാം. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ബേസിക് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ അടിസ്ഥാന അളവുകളും, രണ്ടാമത്തെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വ്യുൽപ്പന്ന അളവുകളും. കിട്ടി. ഇനി നമ്മൾ പഠിക്കുന്ന ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനകത്താണ് നമ്മൾ SI സിസ്റ്റം പഠിക്കുക. അപ്പൊ SI സിസ്റ്റത്തിൽ നമ്മൾ കുറെ യൂണിറ്റ്സ് ഒക്കെ പഠിക്കും. ആ യൂണിറ്റുകളെല്ലാം എന്തിന് ഉദാഹരണമാണ്? ഈ പറഞ്ഞ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന് ഉദാഹരണമാണ്. പിന്നീട് ഈ അളവുകൾ ചേർത്ത് നമ്മൾ പുതിയ കുറച്ച് അളവുകൾ പഠിക്കും. അതായിരിക്കും ഇതിൽ വരുന്നത്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൽ വരുന്നത്. അപ്പോൾ ബേസിക് ക്വാണ്ടിറ്റീസും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും എന്താണെന്ന് പിടികിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇനി അടുത്ത് പോകുന്നത് ഈ ബേസിക് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ നമ്മുടെ SI സിസ്റ്റത്തിലോട്ടാണ് പോകുന്നത്. നോക്കാം. SI സിസ്റ്റത്തിനെ എൻകേസിനെ മോഡിഫൈ ചെയ്തിട്ടാണ് SI സിസ്റ്റം കൊണ്ടുവരുന്നത്. അപ്പൊ എൻകേസിൽ 3 അളവുകൾ ഉണ്ടായിരുന്നു. അപ്പൊ SI സിസ്റ്റത്തിനകത്ത് മൊത്തത്തിൽ 7 അളവുകളാണ് ഉള്ളത്. അപ്പൊ ആദ്യം ഞാൻ ഇവിടെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എഴുതും. രണ്ടാമത് ഞാൻ അതിന്റെ യൂണിറ്റ് എന്തെന്ന് പറയും. മൂന്നാമത് അതിന്റെ സിമ്പൽ പറയും. സിമ്പൽ അല്ലെങ്കിൽ പ്രതീകം കാണിക്കും. ഓക്കെ. അപ്പൊ ഒന്നാമത്തത് ദൂരം അല്ലെങ്കിൽ നീളം എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. നീളം, ലെങ്ത്. നീളത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. നമ്മൾ സ്മോൾ ലെറ്റർ M വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ യൂണിറ്റിനെ കാണിക്കുന്നത്. അടുത്ത നീളം കഴിഞ്ഞിട്ട് നമ്മൾ പറയേണ്ടത് മാസിന്റെ യൂണിറ്റ് ആണ്. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. കിലോഗ്രാമിനെ kg, സ്മോൾ ലെറ്റർ kg കൊണ്ട് റെപ്രസെന്റ് ചെയ്യണം. അടുത്ത സമയത്തിന്റെ ആണ്. സമയം സെക്കൻഡ് ആണ്. സെക്കൻഡിനെ നമ്മൾ S കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് താപനിലയാണ്. താപനില അളക്കുന്നത് കെൽവിൻ സ്കെയിലാണ്. കെൽവിൻ. ഇനി K ആണ് അതിന്റെ യൂണിറ്റ്. താപനില അളക്കാൻ വേണ്ടി നമുക്ക് ഒത്തിരി യൂണിറ്റുകളുണ്ട്. ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, ഫാരൻഹീറ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ ബേസിക് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ SI യൂണിറ്റ് ഏതെന്ന് ചോദിച്ചാൽ ഏതാ? കെൽവിൻ ആണ് പറയേണ്ടത്. അടുത്ത താപനില കഴിഞ്ഞിട്ട് വൈദ്യുത പ്രവാഹ തീവ്രത അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ്. കറന്റിനെ നമ്മൾ ആംപിയറിൽ മെഷർ ചെയ്യും. ആംപിയർ, ക്യാപിറ്റൽ A എഴുതുക. അടുത്തത് ലൂമിനസ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ പ്രകാശ തീവ്രത അല്ലെങ്കിൽ ലൂമിനസ് ഇന്റൻസിറ്റി അളക്കേണ്ട യൂണിറ്റ് എന്ന് പറയുന്നത് ക്യാൻഡലയ്ക്ക് CD എന്ന് പറയുന്ന സിമ്പലാണ് കൊടുക്കുക. അടുത്ത 7ാമത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് പദാർത്ഥത്തിന്റെ അളവ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. അതിനെ നമ്മൾ മോൾ എന്ന് പറയുന്ന യൂണിറ്റിൽ മെഷർ ചെയ്യും. MOL എന്ന് എഴുതും. ഇത്രയാണ് SI സിസ്റ്റത്തിൽ വരുന്ന 7 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളൂടെ പറഞ്ഞാൽ, നമ്മൾ നീളത്തിന്റെ യൂണിറ്റ് മീറ്ററിൽ എഴുതിയെങ്കിലും അതിന്റെ സിമ്പിൾ കണ്ടിട്ട് സ്മോൾ ലെറ്റർ M ആണ് എഴുതിയത്. അപ്പൊ നമ്മൾ പലപ്പോഴും തെറ്റിച്ചൊക്കെ ക്യാപിറ്റൽ M എഴുതാറുണ്ട്. കൂടുതൽ എഴുതാറുള്ളത് കിലോഗ്രാം ഒക്കെ എഴുതുമ്പോഴാണ് നമ്മൾ ക്യാപിറ്റൽ Kയും സ്മോൾ G ഒക്കെ എഴുതാറുണ്ട്. പക്ഷെ അതൊരു തെറ്റായ റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ നമ്മൾ +1 ക്ലാസ്സിൽ 8th പഠിക്കുമ്പോൾ അവരുടെ ഈ യൂണിറ്റ്സ് ഒക്കെ എഴുതുന്നതിന്റെ റൂൾസ് ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വ്യക്തമായിട്ട് അത് പഠിച്ചു വെച്ചിരിക്കണം. നമ്മളൊരു യൂണിറ്റ് പറഞ്ഞിട്ട് അതിന്റെ ആ ഇംഗ്ലീഷ് വേർഡിൽ നിന്നാണ് സിമ്പൽ കൊടുക്കുന്നതെങ്കിൽ എപ്പോഴും സ്മോൾ ലെറ്റർ മാത്രമേ യൂസ് ചെയ്യാവൂ. ഇപ്പൊ മീറ്ററിനെ അതിൽ നിന്നാണ് M എടുത്തിട്ടുള്ളത്, അപ്പൊ സ്മോൾ ലെറ്റർ. കിലോഗ്രാമിൽ നിന്നാണ് kg എടുത്തിട്ടുള്ളത്, അപ്പൊ രണ്ടും സ്മോൾ ലെറ്റർ. സെക്കൻഡിൽ നിന്നാണ് S എടുത്തിട്ടുള്ളത്, അപ്പൊ സ്മോൾ ലെറ്റർ. അടുത്ത നമുക്ക് ക്യാൻഡിലയിൽ നിന്നാണ് നമ്മൾ CD എടുത്തിട്ടുള്ളത്, അപ്പോൾ ഒരു സ്മോൾ ലെറ്റർ. അപ്പോൾ അതിന്റെ അല്ലെങ്കിൽ മോൾ എന്നുള്ളത് അല്ലെങ്കിൽ മോളിക്യൂൾസ് എന്നുള്ളതിൽ നിന്നാണ് MOL എടുത്തിരിക്കുന്നത്, അപ്പൊ അതും സ്മോൾ ലെറ്റർ. അപ്പൊ എപ്പോഴും നമ്മൾ ആ യൂണിറ്റ് കൊടുത്തിരിക്കുന്ന വേർഡിൽ നിന്നാണ് സിമ്പൽ എഴുതുന്നതെങ്കിൽ സ്മോൾ ലെറ്റർ യൂസ് ചെയ്യുക. അടുത്ത് ഇവിടെ നമുക്ക് കെൽവിൻ, ആംപിയർ, ഇത് രണ്ടും 2 സയന്റിസ്റ്റുകളുടെ പേരാണ്. അപ്പൊ സയന്റിസ്റ്റുകളുടെ പേരിൽ നിന്നാണ് യൂണിറ്റ് കൊടുക്കുന്നതെങ്കിൽ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ മാത്രമേ യൂസ് ചെയ്യാവൂ. നമ്മൾ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടി വോൾട്ട് അല്ലെങ്കിൽ V എന്ന് പറയുന്ന യൂണിറ്റ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ V എന്ന് പറയുന്നത് എന്താണ്? അലക്സാണ്ട്ര വോൾട്ടയുടെ പേരിൽ നിന്നാണ്. അങ്ങനെ സയന്റിസ്റ്റിന്റെ പേരിൽ നിന്നാണ് സിമ്പൽ കൊടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ V തന്നെ ഉപയോഗിക്കണം. ക്യാപിറ്റൽ ലെറ്റേഴ്സ് തന്നെ ഉപയോഗിക്കാം. അപ്പൊ ഇത്രയാണ് SI സിസ്റ്റത്തിൽ വരുന്ന ഫണ്ടമെന്റൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ അടിസ്ഥാന അളവുകൾ. അപ്പൊ നിങ്ങളോട് താഴെ പറയുന്നതിൽ അടിസ്ഥാന അളവുകൾക്ക് ഉദാഹരണം അല്ലാത്തതേത്, ആയതേത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 7 എണ്ണം മാത്രമേ ഉള്ളൂ അടിസ്ഥാന അളവുകൾ. ബാക്കി എഴുതുന്നതെല്ലാം എന്താണ്? വ്യുൽപ്പന്ന അളവുകളാണ്.
പിടികിട്ടി. അപ്പൊ 7 അടിസ്ഥാന അളവുകൾ പറഞ്ഞു. ഇനി നമ്മൾ ഒരു 2 കാര്യം കൂടെ ഇവിടെ പഠിക്കണം. SI സിസ്റ്റത്തിന്റെ കൂടെ 2 സപ്ലിമെന്ററി അളവുകളും കൂടെ വരുന്നുണ്ട്. സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ പേരെന്ന് പറയുന്നത് പ്ലെയിൻ ആംഗിൾ. മലയാളത്തിൽ ഇതിനെ പ്രതല കോൺ എന്ന് പറയും. പ്രതല കോൺ, പ്ലെയിൻ ആംഗിൾ അല്ലെങ്കിൽ പ്രതല കോൺ. പ്രതല കോൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഈ ഒരു ബോർഡിൽ ഇങ്ങനെ ഒരു ആംഗിൾ വരച്ച് കാണിക്കാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു സെക്ടർ ഒക്കെ വരച്ചാൽ ഇവിടെ ഒരു ആംഗിൾ ഒരു 60 ഡിഗ്രി എന്ന് എനിക്ക് എഴുതി വരച്ച് കാണിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ പ്രൊട്രാക്ടർ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ആംഗിൾ വരയ്ക്കൂലേ, അപ്പൊ ഒരു പേപ്പറിലോ ഒരു ബോർഡിലോ ഒക്കെ വരച്ച് കാണിക്കുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രതല കോൺ അല്ലെങ്കിൽ പ്ലെയിൻ ആംഗിൾ എന്ന് വിളിക്കും. ഈ പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ ആണ്. പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് എന്താണ്? റേഡിയൻ. അപ്പൊ നമ്മൾ അതിനെ സിമ്പിൾ കൊടുക്കുമ്പോൾ RAD എന്ന് കൊടുക്കണം. RAD. അപ്പൊ റേഡിയന്റെ സിമ്പിൾ ആണ് റാഡ് അല്ലെങ്കിൽ RAD. പിടികിട്ടി. ഇപ്പൊ സപ്ലിമെന്ററി അളവിൽ ഒന്നാമത്തത് പ്ലെയിൻ ആംഗിൾ, പ്രതല കോൺ. അത് റേഡിയൻ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അളവ് യൂണിറ്റ് വെച്ച് മെഷർ ചെയ്യുന്നു. RAD ആണ് സിമ്പിൾ. ഇനി അതിൽ വരുന്ന രണ്ടാമത്തെ ക്വാണ്ടിറ്റി, സപ്ലിമെന്ററി ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഘനകോൺ അല്ലെങ്കിൽ സോളിഡ് ആംഗിൾ അല്ലെങ്കിൽ ഘനകോൺ. ഘനകോൺ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ ഒരു പേപ്പറിൽ കാണിച്ചു തരാം. അതായത് നമ്മളിപ്പോ ഇങ്ങനെ ഒരു പേപ്പറിനെ ഞാൻ എടുത്തിട്ടേ ഇങ്ങനെ ഒരു കുമ്പിള് കൂട്ടുന്ന ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാല് ഇതിന്റെ ഉള്ളിൽ ഒരു സ്പേസ് ഉണ്ട്, ഒരു ആംഗിൾ ഉണ്ട് ഇല്ല. അതൊരിക്കലും ഒരു പ്ലെയിൻ സർഫസിലുള്ള ഒരു 3D ഷേപ്പിലുള്ള ഒരു ആംഗിൾ ഇവിടെ മൊത്തത്തിലുണ്ട് ഇല്ലേ. ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് എന്താ? ഘനകോൺ അല്ലെങ്കിൽ സോളിഡ് ആംഗിൾ എന്ന് വിളിക്കും കേട്ടോ. ഈ സോളിഡ് ആംഗിൾ മെഷർ ചെയ്യുന്നതിനുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് സ്റ്റെറേഡിയൻ ആണ്. സ്റ്റെറേഡിയൻ ആണ്. അതിന് നമ്മൾ SR എന്ന് പറയുന്ന സിമ്പിൾ വെച്ച് എഴുതും. SR. അപ്പൊ ഇത്രയാണ് SI സിസ്റ്റത്തിനകത്ത് വരുന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നത്. പിടികിട്ടിയോ? ക്ലിയർ ആണോ? ഇത്രയും ഓക്കെ ആണോ? 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സും 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ്. നമ്മൾ ഇത് എപ്പോഴും കേൾക്കുന്നതാ. ഇത് രണ്ടുമാണ് നമ്മൾ വലുതായിട്ട് പഠിക്കാത്തത്. ഇത് +1 പുസ്തകത്തിലൊക്കെയാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഇത് ഓർത്ത്. ഇത് സ്കൂൾ ടെക്സ്റ്റ് ഇല്ല, 10ാം ക്ലാസ് വരെയുള്ള പുസ്തകത്തിൽ ഇതില്ല. ഇത് +1 ടെക്സ്റ്റിലാണ് ഇത് രണ്ടും കൊടുത്തിട്ടുള്ളത്. അതുകൂടെ ഒന്ന് പഠിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ബേസിക് ക്വാണ്ടിറ്റീസ് കിട്ടി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പൊ ബേസിക് ക്വാണ്ടിറ്റീസും അറിയാം, ബേസിക് യൂണിറ്റ്സും അറിയാം. ബേസിക് ക്വാണ്ടിറ്റികളുടെ റെസ്പെക്റ്റീവ് യൂണിറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ബേസിക് യൂണിറ്റ്സ് അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് വിളിക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വിൽപ്പന്ന അളവുകളാണ്. വിൽപ്പന്ന അളവുകൾ സ്റ്റെറേഡിയന്റെ സിമ്പിൾ SR ആണോ? SR, സ്മോൾ ലെറ്റർ SR. ഓക്കെ ആണോ? അടുത്ത് നമ്മൾ പഠിക്കുന്നത് വിൽപ്പന്ന അളവ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അപ്പൊ ഞാൻ ആദ്യം എഴുതാൻ പോകുന്നത് വിസ്തീർണം അല്ലെങ്കിൽ നമ്മൾ ഏരിയ എന്ന് പറയില്ലേ, ഏരിയ. വിസ്തീർണം അല്ലെങ്കിൽ ഏരിയ. വിസ്തീർണം കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഇല്ലേ. ലെങ്ത് എന്ന് പറഞ്ഞാൽ ബേസിക് യൂണിറ്റ് ആണ്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഒരു നീളം തന്നെയാണ്. അപ്പൊ അതും ഒരു ബേസിക് യൂണിറ്റ്. അപ്പൊ 2 ബേസിക് യൂണിറ്റുകൾ ചേർത്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? പുതിയ ഒരു ഡിറൈവ്ഡ് യൂണിറ്റ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി കിട്ടിയത്. ഇനി ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ, ബ്രെഡ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ. അപ്പൊ മീറ്റർ സ്ക്വയർ. അപ്പൊ നമുക്കിപ്പോ കിട്ടിയ മീറ്റർ സ്ക്വയർ എന്താണ്? ഒരു ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്. അപ്പൊ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ചോദിച്ചാൽ വിസ്തീർണം പറയാം, ഡിറൈവ്ഡ് യൂണിറ്റ് ചോദിച്ചാൽ മീറ്റർ സ്ക്വയർ പറയാം. പഠിക്കുന്നത് വ്യാപ്തം അല്ലെങ്കിൽ വോളിയം. L/B/H, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? വ്യാപ്തം കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ അങ്ങനെ തന്നെ മീറ്റർ ഇൻറ്റു മീറ്റർ. അപ്പൊ എന്ത് കിട്ടും? മീറ്റർ ക്യൂബ്. അപ്പൊ അടുത്ത് നമുക്ക് കിട്ടിയ ഡിറൈവ്ഡ് യൂണിറ്റ് ആണ് ഇത്, മീറ്റർ ക്യൂബ്. ഇനി അടുത്തൊരെണ്ണം ഡെൻസിറ്റി കണ്ടുപിടിക്കുന്ന മാസ് ബൈ വോളിയം ആണ്. മാസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മാസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. വോളിയത്തിന്റെ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് മീറ്റർ ക്യൂബ് ഇല്ലേ. അപ്പൊ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് വരും. ഇതാണ് എന്ത്? ഡെൻസിറ്റിയുടെ യൂണിറ്റ്. ഇതും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. അടുത്തൊരെണ്ണം ബലം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ MA ആണ്. മാസിന്റെ യൂണിറ്റ് നമുക്കറിയാം കിലോഗ്രാം ആണ്. ആക്സിലറേഷന്റെ യൂണിറ്റ് കണ്ടുപിടിക്കുമ്പോൾ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും.
കേട്ടോ. അപ്പൊ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇതിനെ നമ്മൾ ന്യൂട്ടൺ എന്ന് എഴുതും. ഇതെന്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. അപ്പൊ ആദ്യം പറഞ്ഞ ആ 7 എണ്ണം ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ അത് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് അതെല്ലാം എന്തായിരിക്കും? അതിൽ തന്നെ അളവുകളായിരിക്കും. ക്ലിയർ ആയോ? ഓക്കേണോ? ഓക്കെ. ഇനി നമുക്ക് ഒരു തരത്തിലുള്ള പറഞ്ഞോ. ലാസ്റ്റ് പറഞ്ഞതൊന്നും പറയുന്നത് ബലം കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. അപ്പൊ മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. ആക്സിലറേഷൻ അതും കൂടെ ഞാൻ കണ്ടുപിടിച്ചത്. അതായിരിക്കും നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നത്. നമുക്ക് വേണ്ട വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ആദ്യം എഴുതാം. അത് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം ബൈ സമയമാണ്. സ്ഥാനാന്തരം ബൈ സമയം. സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ ഒരു ദൂരമാണ്, അത് നമുക്കറിയാം. അപ്പൊ ദൂരത്തിന്റെ യൂണിറ്റ് മീറ്റർ, ഇനി സമയത്തിന്റെ യൂണിറ്റ് സെക്കൻഡ്. അപ്പൊ പ്രവേഗത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. ഇനി അടുത്ത് നമ്മൾ ത്വരണം കണ്ടുപിടിക്കാൻ പോവുകയാണേ. ത്വരണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പ്രവേഗം ബൈ സമയമാണ്. പ്രവേഗം ബൈ സമയം. അപ്പൊ പ്രവേഗത്തിന്റെ യൂണിറ്റ് ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചു, മീറ്റർ പെർ സെക്കൻഡ്. ഇനി ത്വരണത്തിന്റെ യൂണിറ്റ് സെക്കൻഡ്. അപ്പൊ എന്ത് വരും? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും. ഈ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇവിടെ എടുത്ത് കൊടുത്തേക്കുന്നത്. അപ്പൊ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും. അതിനെയാണ് നമ്മൾ ന്യൂട്ടൺ എന്ന് പറയുക. ബലത്തിന്റെ യൂണിറ്റ് സാധാരണ ന്യൂട്ടണിലല്ലേ പറയാ, അതുകൊണ്ട് ന്യൂട്ടൺ എന്ന് പറയുന്നു. അപ്പൊ ഇതെല്ലാം എന്താണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി നമ്മള് ഒരു ടൈപ്പ് അളവുകൾ കൂടെ പറയേ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സദിശ അളവുകളും അദിശ അളവുകളും, അല്ലെങ്കിൽ സ്കെയിലാർ ക്വാണ്ടിറ്റിയും വെക്ടർ ക്വാണ്ടിറ്റിയും. അപ്പൊ അതും കൂടെ എന്താണ് പറഞ്ഞു പോവാം. ഇപ്പൊ നമ്മള് ചില ക്വാണ്ടിറ്റീസ് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും സമയം പറയുന്നു 12 മിനിറ്റ് കിഴക്കോട്ട് അല്ലെങ്കിൽ 5 മിനിറ്റ് തെക്കോട്ട് എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. ഡയറക്ഷന്റെ ആവശ്യം അവിടെ ഇല്ല, സ്പെസിഫൈ ചെയ്യാറില്ല, ഇല്ലേ? അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി പറയുമ്പോൾ അതിൽ ഡയറക്ഷൻ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെക്റ്റർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സദിശ അളവ്. ഇപ്പൊ ഞാൻ ബലം പ്രയോഗിക്കുന്നു, ഞാൻ ഈ ബോർഡിലേക്ക് ബലം പ്രയോഗിക്കുന്നു. അപ്പൊ ബോർഡിലേക്ക് എന്ന് പറയുമ്പോൾ അങ്ങോട്ടൊരു ദിശ കൊടുക്കുന്നുണ്ട്, ഇല്ലേ? ഒരു ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്, ഇല്ലേ? ഞാൻ ചുവട് മുകളിലേക്ക് ഇങ്ങനെ താങ്ങുന്നു, അപ്പൊ മുകളിലേക്കാണ് ഞാൻ ബലം കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ബലം കൊടുക്കുന്ന ഡയറക്ഷൻ മുകളിലോട്ട്. അപ്പൊ ഇങ്ങനെ നമ്മളൊരു ക്വാണ്ടിറ്റി പറയുമ്പോൾ അതിനൊരു ബലം കൂടി ഒരു ഡയറക്ഷൻ കൂടി ചേർത്ത് പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള ക്വാണ്ടിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെക്റ്റർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സദിശ അളവ് എന്ന് വിളിക്കും. അപ്പൊ ഇപ്പൊ ഞാൻ ഇനി ഡയറക്ഷൻ പറഞ്ഞില്ലെങ്കിൽ അങ്ങനെയുള്ള അളവുകളെ നമ്മൾ അദിശ അളവ് എന്ന് പറയും. വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോകുന്നത് സദിശ അളവുകളും അദിശ അളവുകൾക്കും കുറച്ച് ഉദാഹരണം മാത്രമേ പഠിക്കുന്നുള്ളൂ. നോക്കിയോണേ. സദിശ അളവുകൾക്ക് ഉദാഹരണവും അദിശ അളവുകൾക്ക് ഉദാഹരണം. അദിശ അളവുകൾക്ക് ഉദാഹരണം ആദ്യം എഴുതാമേ. ദൂരം അദിശ അളവാണ്. ദൂരം അല്ലെങ്കിൽ ലെങ്ത് അദിശ അളവാണ്. രണ്ടാമത്തേത് വേഗത. ദൂരം, വേഗത. പിന്നുള്ളത് സമയം, താപനില. ഇതെല്ലാം എന്താണ്? അദിശ അളവാണ്. എന്നാൽ സദിശ അളവിന് ഉദാഹരണം പറയണേ. ദൂരത്തിന് പകരം സ്ഥാനാന്തരം, വേഗതയ്ക്ക് പകരം പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി. പിന്നെ നമ്മൾ പറഞ്ഞ ബലം, പിന്നെ ഏരിയ, വിസ്തീർണം. വിസ്തീർണം ഒരു സദിശ അളവാണ്, ഇവിടെ പഠിച്ചിരിക്കുന്നത്. വിസ്തീർണം. പിന്നെ നമുക്ക് എന്താ പറയാ, ആക്കം അല്ലെങ്കിൽ മൊമെന്റം. ഇങ്ങനെ എഴുതുന്നതെല്ലാം മർദ്ദം. ഇതെല്ലാം എന്താണ്? സദിശ അളവുകളാണ്. അപ്പൊ സദിശ അളവുകൾക്ക് താഴെ പറയുന്നതിന് സദിശ അളവ് ഏത് അല്ലെങ്കിൽ അദിശ അളവ് ഏത് എന്നൊക്കെ ചോദിച്ചാല് എഴുതാം. പിടികിട്ടി? അപ്പൊ അദിശ അളവുകൾക്ക് ഉദാഹരണം ദൂരം, വേഗത, സമയം, താപനില. അതൊക്കെ മാസ് അദിശ അളവാണ്. എന്നാൽ ഭാരം സദിശ അളവാണ്. അല്ല, ഭാരത്തിലൊരു ബലപ്രയോഗം ഇല്ലേ? ഭൂമിയുടെ ബലപ്രയോഗം ഉണ്ട്, അതുകൊണ്ട് അത് സദിശ അളവാണ്. ഇത് അദിശ അളവാണ്. പിടികിട്ടിയോ? സദിശ അളവ് അദിശ അളവുകൾ മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആണ്. ഇനി നമ്മള് മർദ്ദത്തിന് മുകളിൽ എഴുതി എന്തുവായിരുന്നു? അത് ക്ലിയർ അല്ലായിരുന്നു. മർദ്ദത്തിന് മുകളിൽ എഴുതിയത് ആക്കം, മൊമെന്റം, ആക്കം. എന്താ നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കുക, മൊമെന്റം ഒക്കെ എന്താണ് പഠിക്കുക. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കേട്ടോ? അതിന് മുകളിൽ എഴുതിയത് വിസ്തീർണം. ഏരിയ ഇല്ലേ? നമ്മളൊരു സ്ഥലത്തിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ ഏരിയക്ക് ദിശ ഉണ്ട്. ഓക്കെ.
അപ്പൊ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഇതിലേക്ക് കുറച്ച് വലിയ ക്വാണ്ടിറ്റീസ്, വളരെ കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ. വലിയ ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ പറയാറില്ലേ മാസ് എന്ന് പറയുമ്പോൾ 1000 മില്ലിഗ്രാം ചേരുമ്പോഴാണ് എന്താവുന്നത് 1 ഗ്രാം ആവുന്നത്. 1000 മില്ലിഗ്രാം എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയാ 1 ഗ്രാം എന്ന് പറയാം. ഇനി 1000 ഗ്രാം ചേർന്നാൽ നമ്മൾ അതിനെ 1 കിലോഗ്രാം എന്ന് പറയും. 1000 ഗ്രാം ആകുമ്പോൾ എന്ത് പറയും 1 കിലോഗ്രാം. ഇനി ഇതുപോലുള്ള 100 കിലോഗ്രാം ചേർന്നാൽ നമ്മൾ അതിനെ 1 കിൻഡൽ എന്ന് പറയും. കിൻഡൽ 1 കിൻഡൽ എന്ന് പറയും. സാധാരണ വ്യാപാരികളൊക്കെ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഈ കിൻഡൽ ഇനി പറയുന്നത്. ഇനി 100 കിലോഗ്രാം ചേർന്നാൽ 1 കിൻഡല്. 1000 കിലോഗ്രാം ചേർന്നാൽ അതിനെ നമ്മൾ വിളിക്കും 1 ടൺ. അപ്പൊ മാസിന്റെ 3-4 അളവുകൾ പഠിപ്പിക്കുക. 1000 മില്ലിഗ്രാം ചേരുമ്പോൾ 1 ഗ്രാം ആവും. 1000 ഗ്രാം ചേരുമ്പോൾ 1 കിലോഗ്രാം ആവും. 100 കിലോഗ്രാം ചേരുമ്പോഴത്തേക്ക് 1 കിൻഡൽ ആവും. ഇനി 1000 കിലോഗ്രാം ആണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും 1 ടൺ എന്ന് പറയും. എഴുതിയോ? ഓക്കെ ആണോടാ? ഓക്കെ. അപ്പൊ ഇനി നമ്മൾ പഠിക്കുന്നത് ദൂരത്തിന്റെ കുറച്ച് വലിയ അളവുകളാണ്. ദൂരത്തിന്റെ ഈ 10⁻³ വന്ന 10⁻6 മൈക്രോ, 10⁻⁹ വന്ന നാനോ, അതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അത് പറയേണ്ട കാര്യമുണ്ടോ? പറയണോ? വേണോന്നാണോ? ക്ലിയർ അല്ലേടാ? ആണോ? എല്ലാവർക്കും അങ്ങനെയാണോ? സാറുണ്ടോ? പറയാം. ക്ലിയർ ആണ് സർ, ക്ലിയർ ആണ് മാം. വേറെ ആർക്കെങ്കിലും ക്ലിയർ അല്ലാതെ ഉണ്ടോ? ക്ലിയർ അല്ലാത്ത ഉണ്ട്. വോയിസ് ഞാൻ കരുതി എന്റെ പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു പക്ഷെ വോയിസ് കട്ട് ആവുന്നില്ല. ബാക്കിയുള്ളവരുടെ ആണോന്ന് അറിയില്ല മാം. മീൻസ് നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണോന്ന് അറിയില്ല. ഒരു വീഡിയോ കുറച്ച് ക്ലാരിറ്റി ഇടയ്ക്കൊന്ന് കുറഞ്ഞായിരുന്നു, എനിക്ക് തോന്നുന്നു അപ്പോഴായിരിക്കണം. ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ വോയിസ് ക്ലിയർ ആണ്. എല്ലാവരും ഒന്ന് പറയൂ, ഓക്കെ ആണോ? അതെ ക്ലിയർ ആണ്. അതിനകത്ത് നോക്കിയോ? അപ്പൊ നമുക്ക് നീളത്തിന്റെ കുഞ്ഞളവുകൾ എന്ന് പറയണേ. നമുക്ക് 10⁻⁻3 എന്ന് കണ്ടാൽ നിങ്ങൾ അവിടെ ചേർക്കേണ്ട പ്രിഫിക്സ് മില്ലി. അതായത് 5 × 10⁻³ എന്ന് കണ്ടാൽ നിങ്ങൾ എഴുതുന്നത് 5 മില്ലിമീറ്റർ എന്ന് എഴുതണം. അതായത് ഫ്രണ്ടിൽ ചേർക്കേണ്ട എന്താണ് മില്ലി എന്നുള്ള പ്രിഫിക്സ് ചേർക്കണം. അപ്പൊ പ്രിഫിക്സുകളാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ 10⁻³ കണ്ടാൽ എന്താണ് മില്ലി. 10⁻⁻6 കണ്ടാല് മൈക്രോ. 10⁻⁹ വന്നു കഴിഞ്ഞാൽ നാനോ. 10⁻⁻10 വന്നാൽ വിളിക്കേണ്ടത് ആങ്സ്ട്രം. ഈ ആങ്സ്ട്രം എഴുതുമ്പോൾ സാധാരണ നമ്മൾ ഇട്ടിട്ട് മുകളിൽ ഒരു ഡിഗ്രിയുടെ സിമ്പൽ ഇട്ടാണ് എഴുതുന്നത്. ആങ്സ്ട്രം. ഇനി 10⁻⁻12 വന്നാല് പൈക്കോ. 10⁻⁻15 വന്നാല് ഫെംറ്റോ അല്ലെങ്കിൽ ഫെർമി എന്നും പറയാറുണ്ട്. ഫെംറ്റോ അല്ലെങ്കിൽ ഫെർമി. നമ്മുടെ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ ഒക്കെ സൈസ് പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഇതാണ്. ഫെർമി ലെവലിലാണ് പറയുന്നത്. കേട്ടോ? നമ്മൾ സാധാരണ ഈ വേവ്സിന്റെ ഒക്കെ തരംഗദൈർഘ്യമില്ലേ, തരംഗദൈർഘ്യം അല്ലെങ്കിൽ വേവ് ലെങ്ത് പറയാനാണ് ആങ്സ്ട്രം ഉപയോഗിക്കുന്നത്. കേട്ടോ? ഓർപ്പിച്ചിരിക്കണേ. അടുത്ത 10⁻18 എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ വിളിക്കേണ്ടത് അറ്റോ. ഇതാണ് ഇപ്പൊ നിലവിൽ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ ദൂരത്തിന്റെ അല്ലെങ്കിൽ ലെങ്ത്തിന്റെ ഏറ്റവും ചെറിയ അളവാണ് ഇത് അറ്റോ എന്ന് പറയുന്നത്. കേട്ടോ? നിങ്ങളിപ്പോ നോബൽ പ്രൈസ് ഒക്കെ പഠിക്കുമ്പോഴത്തേക്ക് പഠിക്കത്തില്ലേ, ഫിസിക്സിൽ പഠിച്ചില്ലേ? അതായത് പ്രകാശത്തിന്റെ അറ്റോ സെക്കൻഡ് പൾസുകൾ വികസിപ്പിച്ചതിനാണ് അവർക്ക് നോബൽ പ്രൈസ് കിട്ടിയെന്നൊക്കെ പഠിച്ചില്ലേ? 2023 ലാസ്റ്റ് കിട്ടിയ നോബൽ പ്രൈസ് പഠിച്ചില്ലേടാ? അറ്റോ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡിനെ നമ്മൾ 1 ഉം 18 പൂജ്യം ഉള്ള ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ
അതെന്ന് വലിയൊരു നമ്പറാണ്. അപ്പോൾ കിട്ടുന്ന ആ കുഞ്ഞു നമ്പറിനെ വിളിക്കുന്ന പേരാണ് അറ്റോ റേഞ്ചിലുള്ള നമ്പർ. കേട്ടോ, അത് വളരെ ചെറിയ നമ്പറാണ്. അപ്പൊ അറ്റോ ആണ് ഏറ്റവും ചെറിയ അളവായിട്ട് ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ മില്ലി, മൈക്രോ, നാനോ, ആങ്സ്ട്രം, പൈക്കോ, ഫെംറ്റോ, അറ്റോ. മായ്ക്കാവോ? ഇനി നമുക്ക് കുറച്ച് വലിയ അളവുകളും കൂടെ നോക്കാം. ഇത് മായ്ക്കട്ടെ. ഇനി നമ്മൾ പഠിക്കുന്ന കുറച്ച് ലെങ്ത്തിന്റെ കുറച്ച് വലിയ അളവുകളെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 എണ്ണമാണ് +1 +2 ടെക്സ്റ്റിലൊക്കെ ഉള്ളതാണ്. അത് പഠിക്കുക കേട്ടോ. ഒന്നാമത്തത് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ശരാശരി അകലം. അതായത് ഭൂമി മുതൽ സൂര്യൻ വരെയുള്ള ശരാശരി അകലം ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ശരാശരി അകലം. ഇത് ഏകദേശം 15 കോടി കിലോമീറ്റർ ആണ്. 15 കോടി കിലോമീറ്റർ. അപ്പൊ ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 15 കോടി കിലോമീറ്റർ ആണ്. കിട്ടി? 15 കോടി കിലോമീറ്റർ. ഇനി ഇത് എന്തിനാണ് ഉപയോഗിക്കാന്ന് ചോദിച്ചാല് ഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം കണ്ടുപിടിക്കാനാണ്. ഇപ്പൊ ഭൂമിയും വേറൊരു ഗ്രഹവും തമ്മിലുള്ള അകലം കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് അളവാ? അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. അപ്പൊ ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏത് ഉപയോഗിക്കുന്നു? അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഉപയോഗിക്കുന്നു. ഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം കണ്ടുപിടിക്കാൻ. അപ്പൊ അതൊന്നാമത്. ഇനി രണ്ടാമത് നമ്മൾ പഠിക്കുന്നതാണ് പ്രകാശവർഷം അല്ലെങ്കിൽ ലൈറ്റ് ഇയർ. പ്രകാശവർഷം അല്ലെങ്കിൽ എന്താണ്? ലൈറ്റ് ഇയർ. ഈ പ്രകാശവർഷം ആണ് എപ്പോഴും സാധാരണ ചോദിച്ച് തെറ്റിക്കുന്നത്. പ്രകാശവർഷം എന്ന് കേൾക്കുമ്പോൾ നമുക്കിത് ദൂരത്തിന്റെ യൂണിറ്റ് ആയിട്ട് തോന്നില്ല. വർഷം സാധാരണ നമ്മൾ പറയുന്നത് സമയത്തിന്റെ ഒരളവാണ് പറയുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് പ്രകാശവർഷം കേട്ടാൽ നിങ്ങൾ പ്രത്യേകം ഓർമ്മിക്കുക, ദൂരത്തിന്റെ അളവാണ്. എന്താണ് ഈ പ്രകാശവർഷം എന്ന് ചോദിച്ചാല് ഒരു വർഷം കൊണ്ട് പ്രകാശം എത്ര ദൂരം സഞ്ചരിക്കുമോ അതിനെ വിളിക്കുന്നതിനാണ് പ്രകാശവർഷം. അപ്പൊ ഒരു വർഷം പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രകാശവർഷം. കിട്ടി? അപ്പൊ ഈ പ്രകാശവർഷം എന്തിനു ഉപയോഗിക്കുമെന്ന് ചോദിച്ചാല് നക്ഷത്രങ്ങൾ തമ്മിലുള്ള അകലം കണ്ടെത്താൻ. ഈ ഗ്രഹങ്ങൾ തമ്മിലുള്ളതിനേക്കാൾ വലിയ അളവാണ് ഇത് നക്ഷത്രങ്ങൾ തമ്മിലുള്ള. അപ്പൊ നക്ഷത്രങ്ങൾ തമ്മിലുള്ള അകലം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഇതെന്ന് പറയുന്നത് പ്രകാശവർഷം എന്ന് പറയുന്നത്. കിട്ടി? അപ്പൊ പ്രകാശവർഷം എന്തിനു ഉപയോഗിക്കും? നക്ഷത്രങ്ങൾ തമ്മിലുള്ള അകലം കണ്ടെത്താനാണ് പ്രകാശവർഷം ഉപയോഗിക്കുക. ഇനി പഠിക്കണേ, ഒരു ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാല് 9.46 × 10⁻12 കിലോമീറ്റർ ആണ്. 9.46 × 10⁻12 കിലോമീറ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഒരു ലൈറ്റ് ഇയർ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി നമുക്ക് അടുത്ത നമ്മൾ മൂന്നാമത് പഠിക്കുന്ന യൂണിറ്റ് ആണ് പാർസെക്ക്. പാർസെക്ക് അല്ലെങ്കിൽ പാർസെക്കൻഡ് എന്ന് പറയാം. ഇതെന്തിനു ഉപയോഗിക്കുമെന്ന് ചോദിച്ചാല് ഗാലക്സികൾ തമ്മിലുള്ള അകലം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇത് പാർസെക്ക്. അപ്പൊ ഗാലക്സികൾ തമ്മിലുള്ള അകലം എന്ന് പറയുമ്പോൾ നക്ഷത്രങ്ങൾ തമ്മിലുള്ളതിനേക്കാൾ കൂടി വലിയ അളവാണ്. അപ്പോ ഗാലക്സികൾ തമ്മിലുള്ള അകലം കണ്ടുപിടിക്കാനാണ് പാർസെക്ക് ഉപയോഗിക്കുന്നത്. ദൂരത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റ് അല്ലെങ്കിൽ നീളം, ലെങ്ത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റ് ആണ് ഇത് പാർസെക്ക്. ഏറ്റവും വലിയ യൂണിറ്റ് ആണ് എന്ന് പറയുന്നത് പാർസെക്ക് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ പാർസെക്ക് എന്ന് പറഞ്ഞാൽ ഗാലക്സികൾ തമ്മിലുള്ള അകലം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കും. ഇനി ഈ പാർസെക്ക് എന്ന് പറഞ്ഞാല് ദൂരത്തിന്റെ ഇതുവരെ കണ്ടുപിടിച്ചതിൽ ഏറ്റവും വലിയ അളവാണ് ഇത് പാർസെക്ക് ഉപയോഗിക്കുന്നത്. ഇനി ഒരു പാർസെക്ക് എന്ന് പറയുന്നത് 3.26 ലൈറ്റ് ഇയർ ആണ്. അതായത് ഈ 9.46 × 10⁻12 കിലോമീറ്ററിനെ നമ്മൾ 3.26 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? ഒരു പാർസെക്ക്. അതെന്ന് പറയുന്നത് 3.08 × 10⁻16 മീറ്റർ ആണ്. 3.08 × 10⁻16 മീറ്റർ ആണ് ഒരു പാർസെക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എത്ര ഓക്കെ ആണ്? ഓക്കെ. അപ്പൊ നമ്മള് അളവുകളും യൂണിറ്റുകൾ ഫുള്ള് പറഞ്ഞോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത ഒരു ടോപ്പിക്കിലോട്ട് പോവാണേ. അടുത്ത നമ്മളെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് ചലനവും ചലന നിയമങ്ങളെ കുറിച്ചാണ്. അപ്പൊ ചലനം എന്ന് പറയുന്ന പോർഷൻ നമുക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. അതായത് അതിനകത്ത് വിവിധ തരം ചലനങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ള ചലനങ്ങളൊക്കെയാണ്.
ഒരു വസ്തു നേർരേഖയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? നേർരേഖാചലനം അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ എന്ന് വിളിക്കും. അപ്പൊ ഈ നേർരേഖാ ചലനത്തിന് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ പറയാം? ഇപ്പൊ ഒരു സ്ട്രെയിറ്റ് റോഡിൽ കൂടെ പോകുന്ന ഒരു കാറിന്റെ ചലനം എന്താണ്? നേർരേഖാ ചലനം. ലിഫ്റ്റ് ഇങ്ങനെ മുകളിലോട്ട്, ക്ലാരിറ്റി ഇല്ലേടാ? സൗണ്ട് ക്ലാരിറ്റി ഇല്ലെന്നാണ്, വീഡിയോ ക്ലിയർ അല്ലെന്നാണ്. എന്റെ പ്രശ്നമാണോ എന്ന് അറിയില്ല. എല്ലാവർക്കും അങ്ങനെയാണോ? ക്ലിയർ ആണ് ക്ലിയർ ആണ്. ബോർഡ് വേണ്ട, നമുക്ക് ഇതിൽ പറയാം. ചലന നിയമങ്ങൾക്ക് വലുതായിട്ട് ബോർഡ് വേണ്ട, അല്ലാതെ പറയാം. അപ്പൊ പലതരം ചലനങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തേത് നേർരേഖാചലനം. നേർരേഖാചലനം അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ, അല്ലെങ്കിൽ അതിനെ റെക്റ്റിലീനിയർ മോഷൻ എന്ന് പറയാറുണ്ട്. നേർരേഖാപാതയിലൂടെ പോകുന്നത്, നേരെ പോവുക, സ്ട്രെയിറ്റ് ആയിട്ട് പോവുക, അതാണ് എന്ത്? നേർരേഖാചലനം. ലിഫ്റ്റ് ചലിക്കുന്നുണ്ട്, ലിഫ്റ്റ് മുകളിലോട്ടും താഴോട്ടും അല്ലേ പോകുള്ളൂ, അത് വളയാറില്ല അല്ലേ? അപ്പൊ അത് നേർരേഖാ ചലനത്തിന് ഉദാഹരണമാണ്. ഈ ലൈറ്റിന്റെ മൂവ്മെന്റ്, ലൈറ്റ് എപ്പോഴും നേർരേഖാ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ ലൈറ്റിന്റെ മൂവ്മെന്റ് എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷനാണ്. അപ്പൊ അങ്ങനെ 1-2 ഉദാഹരണങ്ങൾ പഠിച്ചു വെച്ചിരിക്കാം. രണ്ടാമത്തേത് വക്രരേഖാചലനം. വക്രരേഖാചലനം അല്ലെങ്കിൽ നോൺ ലീനിയർ മോഷൻ. സ്ട്രെയിറ്റ് അല്ലാത്ത എല്ലാ മോഷനെയും നമുക്ക് എന്തെന്ന് പറയാം? വക്രരേഖാചലനം എന്ന് പറയാം. അപ്പൊ അതിനേത് ഉദാഹരണം വേണം പറയാം. നമ്മളൊരു കല്ലെടുത്ത് ഇങ്ങനെ ദൂരേക്ക് എറിയുന്നു, അത് വക്രരേഖാചലനമാണ്. നമ്മൾ അല്ലെങ്കിൽ ഒരു ഉറുമ്പ് തറയിലൂടെ ഇങ്ങനെ പോകുന്നു, വക്രരേഖാചലനം. പന്ത് നമ്മൾ ഉരുട്ടി വിടുന്നു, അപ്പൊ പന്ത് കുറെ ദൂരം പോയിട്ട് വളഞ്ഞൊക്കെ പോവാറില്ലേ, അത് വക്രരേഖാചലനമാണ്. അപ്പൊ ഏത് വേണമെങ്കിലും പറയാം. കിട്ടി? ഇനി അടുത്തത് സമചലനം. സമചലനം അല്ലെങ്കിൽ യൂണിഫോം മോഷൻ. ഞാൻ 5 മിനിറ്റ് കൊണ്ട് 100 മീറ്റർ സഞ്ചരിക്കുന്നു, അടുത്ത 5 മിനിറ്റിലും 100 മീറ്റർ സഞ്ചരിക്കുന്നു, അടുത്ത 5 മിനിറ്റിലും 100 മീറ്റർ സഞ്ചരിക്കുന്നു. അതായത് ഞാൻ എടുക്കുന്ന ഓരോ ടൈം ഇന്റർവെല്ലിലും ഞാൻ സഞ്ചരിക്കുന്നത് ഈക്വൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് സമചലനം. ഇനി അങ്ങനെ അല്ലെങ്കിൽ അത് അസമചലനം. അതിനൊന്നും ഉദാഹരണങ്ങൾ പഠിക്കണമെന്നില്ല. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷൻ ആണ്. റൊട്ടേഷൻ. ഭ്രമണം എന്ന് പറഞ്ഞാല് ഒരു വസ്തു അതിന്റെ ആക്സിസിൽ ഇങ്ങനെ കറങ്ങുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഭ്രമണം. ഇപ്പൊ എർത്ത്, അതിന്റെ ഒരു സാങ്കല്പികമായിട്ടൊരു ആക്സിസ് ഉണ്ടെന്ന് നമ്മൾ പറയും ഇല്ലേ? ഒരു അച്ചുതണ്ടുണ്ട്. ആ സാങ്കല്പികമായ അക്ഷത്തിൽ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയാറ് ഇല്ലേ? ഭ്രമണം സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഒരു ആക്സിസ്, അതായത് ഞാനിപ്പോ എന്റെ കയ്യിൽ ഈ പേന വെച്ചിട്ടേ ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ആക്സിസിൽ കൂടെയാണ് ഇത് എന്ത് ചെയ്യുന്നത്? തിരിയുന്നത്. ഈ പേന ഞാൻ ഇവിടെ നിന്ന് മാറ്റുന്നില്ല, പേനയുടെ പൊസിഷൻ മാറുന്നില്ല, ഇവിടെ വെച്ച് തന്നെ ഇങ്ങനെ തിരിക്കുന്നു. അപ്പൊ ഇവിടെ ഇരുന്നു കൊണ്ട്, ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഇവിടെ തിരിയുന്നതിനെ വിളിക്കുന്ന പേരാണ് റൊട്ടേഷൻ അല്ലെങ്കിൽ ഭ്രമണം. ഭ്രമണത്തിന് ഉദാഹരണമായിട്ട് നമ്മൾ സാധാരണ എപ്പോഴും പഠിക്കുന്നത് എന്താ? ഭൂമിയുടെ ഭ്രമണം പഠിക്കും, ഒരു പമ്പരത്തിന്റെ കറക്കം ഇല്ലേ? പമ്പര ഇങ്ങനെ കറക്കി വിട്ട് കഴിഞ്ഞാൽ ഒരിടത്ത് നിന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഇല്ലേ? അതെന്താണ്? റൊട്ടേഷൻ ആണ്. ഇനി ഭൂമി ഭ്രമണം ചെയ്യുന്നുണ്ടല്ലോ, ഭൂമിക്ക് ഭ്രമണ വേഗത കൂടുതൽ, അതായത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്താണ്. അപ്പൊ ഭൂമിയുടെ ഭ്രമണ വേഗത ഏറ്റവും കൂടുതൽ എവിടെയെന്ന് ചോദിച്ചാല് ഭൂമധ്യരേഖാ പ്രദേശത്ത്. ഈ ഭൂമധ്യരേഖാ പ്രദേശത്ത് എത്രയാണ് സ്പീഡ് എന്ന് ചോദിച്ചാല് പഠിച്ചിരിക്കണം 1667 1667 km/h. അപ്പൊ ഭൂമിയുടെ ഭൂമധ്യരേഖാ പ്രദേശത്തെ ഭ്രമണ വേഗത എത്രയാണെന്ന് ചോദിച്ചാല് 1667 km/h ആണ്. കിട്ടിയോ? ഇത്രയും കാര്യം ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്ത ഒരു ടൈപ്പ് മോഷൻ എന്ന് പറയുന്നത് റൊട്ടേഷൻ ആണ്. റെവല്യൂഷൻ, പരിക്രമണം. ഒരു വസ്തു മറ്റൊരു വസ്തുവിനെ ചുറ്റി ഇങ്ങനെ കറങ്ങുന്നതിനെ വിളിക്കുന്ന പേരാണ് പരിക്രമണം. നമുക്കറിയാന്നുള്ളത് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ സണ്ണിനെ ചുറ്റി എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാനറ്റ്സ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതെന്തിന് ഉദാഹരണമാണ്? റെവല്യൂഷൻ അല്ലെങ്കിൽ പരിക്രമണത്തിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ന്യൂക്ലിയസിനെ ചുറ്റി ഇലക്ട്രോണുകൾ ഇങ്ങനെ കറങ്ങുന്നത് പരിക്രമണമാണ്. പിടികിട്ടി? അപ്പൊ അത് രണ്ടും പരിക്രമണത്തിന്റെ കൂട്ടത്തിൽ ഓർത്തു വയ്ക്കുക. ഇനിയുള്ള ഒരു മോഷൻ എന്ന് പറയുന്നത് വർത്തുള ചലനം. നേരത്തെ നമ്മൾ വക്രരേഖ എന്നാണ് പറഞ്ഞത്, ഇവിടെ പഠിക്കേണ്ടത്
വൃത്തുള ചലനം അല്ലെങ്കിൽ സർക്കുലാർ മോഷൻ. ആ പേരിൽ തന്നെ ഉണ്ട്. ഒരു സർക്കിൾ ആകൃതിയിൽ കറങ്ങിക്കൊണ്ടിരുന്നാൽ അതിനെ വിളിക്കും സർക്കുലാർ മോഷൻ. അതായത് ഒരു വസ്തു എന്ത് ചെയ്യണം, ഇങ്ങനെ കറങ്ങുന്നതനുസരിച്ച് അല്ലെങ്കിൽ സഞ്ചരിച്ച് വരുന്നതനുസരിച്ച് ഒരു വൃത്തം, ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അങ്ങനെയുള്ള കറക്കത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സർക്കുലാർ മോഷൻ. ഈ എക്സാമ്പിൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ക്ലോക്കിന്റെ സൂചിയില്ലേ, സൂചിയുടെ ടിപ്പ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി. ഇങ്ങനെ കറങ്ങി 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 പഴയ സ്ഥലത്ത് ഇപ്പൊ 12-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിച്ച് 12-ൽ എത്തുമ്പോൾ ഒരു സർക്കിൾ കംപ്ലീറ്റ് ആണ് അല്ലെ. അങ്ങനെയുള്ള റൊട്ടേഷൻ, അങ്ങനെയുള്ള മോഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? സർക്കുലാർ മോഷൻ എന്ന് വിളിക്കും. ജൈന്റ് വീൽ സർക്കുലാർ മോഷൻ ആണ്. കിട്ടി? അപ്പൊ ജൈന്റ് വീല്, പിന്നെ ക്ലോക്കിന്റെ ഹാൻഡ്, അതെല്ലാം സർക്കുലാർ മോഷൻ. ഇനിയുള്ള ഒരു ടൈപ്പ് മോഷൻ എന്ന് പറഞ്ഞാൽ ഓസിലേഷൻ. ഓസിലേഷൻ നിങ്ങൾക്കറിയാം, പെൻഡുലം അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന കണ്ടിട്ടില്ലേ? ആ പെൻഡുലം വെറുതെ നിൽക്കുന്ന ഒരു പൊസിഷൻ ഉണ്ട്, അവിടെ നിന്ന് സൗണ്ട് കേൾക്കാൻ തുടങ്ങുമ്പോൾ നീ റൈറ്റിലോട്ട് ലെഫ്റ്റിലോട്ടും ഇങ്ങനെ ആടും അല്ലെ. ഈ ആടുന്ന സമയത്തെല്ലാം ഇത് പോകുന്നത് ആദ്യം നിന്ന പൊസിഷനിൽ കൂടെ ആയിരിക്കും അല്ലെ. അപ്പൊ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി മുന്നോട്ടും ചലിക്കും പിന്നോട്ടും ചലിക്കും ഇല്ലേ. ഈ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനത്തിനെ നമ്മൾ വിളിക്കും ടു ആൻഡ് ഫ്രോ മോഷൻ. ടു ആൻഡ് ഫ്രോ, ടു ആൻഡ് ഫ്രോ, ടു ആൻഡ് ഫ്രോ മോഷൻ. അപ്പോ ഒരു ബിന്ദുവിനെ ആധാരമാക്കി മുന്നോട്ടും പിന്നോട്ടും ഉള്ള ചലനത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഓസിലേഷൻ അല്ലെങ്കിൽ ദോലനം. ദോലനം. പെൻഡുലത്തിന്റെ ഇങ്ങനെ ആടുന്നത്, പിന്നെ നമ്മളെ തൂക്കുവിളക്കിലെ ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ ആടുന്നത്, പിന്നെ നമ്മുടെ ഊഞ്ഞാല് ആടുന്നത്, അതെല്ലാം എന്താണ്? ദോലനത്തിന് ഉദാഹരണമാണ്. ഇനി ഈ ദോലനം നല്ല സ്പീഡിൽ നടക്കുകയാണെന്ന് വിചാരിച്ചോ, ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ആടുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും വൈബ്രേഷൻ അല്ലെങ്കിൽ കമ്പനം എന്ന് വിളിക്കും. അപ്പൊ ദോലനം കുറച്ച് സ്പീഡാക്കി കൊടുത്താൽ അതിന്റെ പേരുണ്ടാവും കമ്പനം അല്ലെങ്കിൽ വൈബ്രേഷൻ എന്ന് വിളിക്കും. ഇപ്പൊ നമ്മുടെ ചെണ്ടയുടെയൊക്കെ തോലിൽ ഇങ്ങനെ തട്ടുന്നു, അപ്പൊ അത് സൗണ്ട് കേൾക്കുന്നത് എന്തുകൊണ്ടാണ്? ആ തോല് വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മളിപ്പോ ഈ സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെന്റില്ലേ, ഇപ്പൊ ഗിത്താർ, വീണ, അങ്ങനെയൊക്കെ പോലുള്ള വയലിൻ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളില്ലേ, അതിലെല്ലാം കുറച്ച് ഇങ്ങനെ കമ്പി ഇങ്ങനെ വരിഞ്ഞു കെട്ടിയിട്ടുണ്ട് അല്ലെ. അതിൽ നമ്മൾ തൊടുന്ന സമയത്താണ് സൗണ്ട് വരുന്നത്. അപ്പൊ ആ കമ്പിയിൽ വൈബ്രേഷൻ ആണ് ടൈപ്സ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ ചലനങ്ങൾ എന്ന് പറയുന്നത്. പിടിയിട്ടോ? ഇച്ചിരി സ്പീഡിലാ പറയാൻ നമ്മൾ സൗണ്ട് വോയിസ് കട്ടാണ്. വോയിസ് ആണോ സാർ? സൗണ്ട് പെൻട്രേറ്റ് ആവുന്നുണ്ട്. ഉണ്ടല്ലേ? ഒന്നും കൂടെ ഒന്ന് ചോദിച്ചു. ഞാൻ ഒന്ന് ലെഫ്റ്റ് ആയിട്ട് നോക്കട്ടെ സാർ. അതെ ലെഫ്റ്റ് ആയിട്ട്. ഇപ്പോ ബ്രേക്ക് ഉണ്ടോ? സംസാരിക്കാമോ? കുറച്ച് കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അപ്പൊ നമ്മള് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഷൻ കഴിഞ്ഞ് ഇനി നമ്മൾ പഠിക്കുന്നത് ചലന നിയമങ്ങൾ. ചലന നിയമങ്ങൾ 3 എണ്ണം ഉണ്ട്, അറിയാലോ. ചലന നിയമങ്ങൾ, ന്യൂട്ടന്റെ ചലന നിയമം 3 എണ്ണം, 1, 2, 3 ഇല്ലേ. ഇതിൽ നമ്മൾ ഒന്നാമത്തെ ചലന നിയമത്തിനെ ജഡത്വ നിയമം എന്ന് വിളിക്കും. ലാ ഓഫ് ഇനേർഷ്യ. ജഡത്വ നിയമം എന്നറിയപ്പെടുന്ന ചലന നിയമമാണ് ഇത്, 1-ാം ചലന നിയമം. എന്നാൽ ജഡത്വ നിയമം ആവിഷ്കരിച്ചതാരോ അല്ലെങ്കിൽ ലാ ഓഫ് ഇനേർഷ്യ ആവിഷ്കരിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ഗലീലിയോ ആണ്. ഗലീലിയോ കേട്ടോ. ജഡത്വ നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഗലീലിയോ. എന്നാൽ ജഡത്വ നിയമം എന്നറിയപ്പെടുന്ന ചലന നിയമം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ 1-ാം ചലന നിയമം പറയണം. 1-ാം ചലന നിയമം നമ്മളോട് പറഞ്ഞു തരുന്നത് എന്താണ് ബലം എന്ന് പറഞ്ഞു തരുന്നുണ്ട്. ബലത്തിനെ കുറിച്ചൊരു ഒരു നിർവചനം തരുന്ന നിയമമാണ് ഇത്, 1-ാം ചലന നിയമം. ഇപ്പൊ നമ്മൾ സാധാരണ പറയാറില്ലേ, ഒരു വസ്തു നിശ്ചലാവസ്ഥ ഇരിക്കുന്നു, നമ്മൾ അതിനെ കൈകൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? മുന്നോട്ട് നീങ്ങും. അപ്പൊ നമ്മൾ പ്രയോഗിച്ചത് ഒരു ബലമാണ്.
ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പന്തിനെ നമ്മളെ കാല് വെച്ച് ഇങ്ങനെ തടഞ്ഞു നിർത്തുന്നു. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഒരു ബലം കാരണമാണ് പന്ത് നിൽക്കുന്നത്. അപ്പൊ ചലിച്ചുകൊണ്ടിരുന്ന വസ്തുവിനെ നിശ്ചലാവസ്ഥയിലാക്കാൻ പറ്റി. ഇങ്ങനെ ഒരു വസ്തുവിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉളവാക്കാൻ കഴിയുന്ന സാധനത്തിന് നമ്മൾ എന്ത് പറയാം? ബലം എന്ന് പറയാം. ഈ ബലത്തിനെ കുറിച്ചാണ് ഒന്നാം ചലന നിയമത്തിൽ പറയുന്നത്. അപ്പോ ജഡത്വം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ ഒരു സ്ഥലത്തിരിക്കുന്നു, എനിക്ക് അവിടെ നിന്ന് എണീറ്റ് മാറാൻ വയ്യ, അവിടെ തന്നെ ഇരിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് എനിക്കുള്ളത്, ഒരു മടി പിടിച്ച അവസ്ഥ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇനേർഷ്യ എന്ന് പറയാം. അപ്പൊ ഒരു വസ്തു റെസ്റ്റിലിരിക്കുകയാണെങ്കിൽ റെസ്റ്റിൽ തന്നെ ഇരിക്കാനുള്ള ടെൻഡൻസി, ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചലിച്ചുകൊണ്ടേ ഇരിക്കാനുള്ള ടെൻഡൻസി, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇനേർഷ്യ. അപ്പൊ ഒന്നാം ചലന നിയമത്തിൽ ഇനേർഷ്യയെ കുറിച്ചാണ് പറയുന്നത്. ഈ 3-4 പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. അപ്പോൾ ഒന്നാം ചലന നിയമം അറിയപ്പെടുന്നത് ജഡത്വ നിയമം എന്നറിയപ്പെടും. ജഡത്വ നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഗലീലിയോ ആണ്. ഒന്നാം ചലന നിയമം നമുക്ക് ബലം അല്ലെങ്കിൽ ഫോഴ്സ് എന്താന്ന് ഒരു വ്യക്തമായ ധാരണ തരുന്നുണ്ട്. അതായത് ബലത്തിനൊരു ഡെഫിനിഷൻ തരുന്നത് ആരാണ്? ഒന്നാം ചലന നിയമമാണ്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് ഒന്നാം ചലന നിയമത്തിലെ ജഡത്വത്തെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ ഇനേർഷ്യയെ കുറിച്ച് പറയുന്നു. ജഡത്വം എന്ന് പറഞ്ഞാൽ ഏതവസ്ഥയിൽ ഇരിക്കുന്നോ ആ അവസ്ഥയിൽ തന്നെ തുടരാനുള്ള ഒരു ടെൻഡൻസി വിളിക്കുന്ന പേരാണ് എന്ത്? ജഡത്വം. കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നിന്ന് സാധാരണ ചോദിക്കുന്ന ചോദ്യം ഇതാണേ, ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നു, അപ്പോൾ യാത്രക്കാർ മുന്നിലേക്ക് വീഴാൻ പോകുന്നു. ഇത് എന്തിനുദാഹരണം? ഇത് ചലന ജഡത്വമാണ്. അപ്പൊ നമ്മൾ നോക്കേണ്ടത്, നമുക്ക് തന്നിരിക്കുന്ന ഉദാഹരണത്തിൽ ആദ്യം വസ്തു ഏതവസ്ഥയിലെന്ന് നോക്കുക. ഞാൻ പറഞ്ഞത് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് എന്നാണ്. അപ്പൊ ബസ് ചലനാവസ്ഥയിലായിരുന്നു. ചലനാവസ്ഥയിൽ ഇരിക്കുന്ന ബസ്സിനെ പെട്ടെന്ന് ചവിട്ടി നിർത്തുമ്പോൾ അതിന് ചലനാവസ്ഥയിൽ തന്നെ തുടരാനാണ് ഇഷ്ടം. അപ്പൊ നമ്മൾ യാത്രക്കാർ എന്ത് ചെയ്യുക? ആ അവസ്ഥയിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നിർത്തുമ്പോൾ നമുക്ക് പെട്ടെന്ന് നിൽക്കാൻ പറ്റില്ല, നമ്മൾ എന്ത് ചെയ്യും? മുന്നിലേക്ക് അണി വീഴാൻ പോകും. അപ്പോൾ ഒരു വസ്തു ആദ്യം ഏതവസ്ഥയിൽ ഇരിക്കുന്നോ അതായിരിക്കും അതിന്റെ ജഡത്വം. ഇപ്പൊ ചലനാവസ്ഥയിൽ ഇരിക്കുകയാണെങ്കിൽ ചലന ജഡത്വമായിരിക്കും. പ്രീതിയ, ഇനി മറ്റൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മള് ഈ ലോങ് ജമ്പ് ഒക്കെ ചാടുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല? അവർ കുറച്ച് ദൂരം ഒന്ന് ഓടി വന്നിട്ടാണ് ചാടുന്നത്. അപ്പൊ ഓടി വരുന്ന എന്തിനാണ്? ഓടി വരുമ്പോൾ അവരെ ബോഡി ചലനാവസ്ഥയിലാണ്. അപ്പൊ അവർക്ക് നല്ല ടേക്ക് ഓഫ് കിട്ടും ചാടാൻ വേണ്ടിയിട്ട്. അപ്പൊ ബോഡിയെ ചലനാവസ്ഥയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഓടി വരുന്നു എന്ന് പറയുമ്പോൾ ആദ്യം ബോഡി ഏതവസ്ഥ? ചലനാവസ്ഥ. അതുകൊണ്ട് അത് ചലന ജഡത്വം. ഇനി അത്ലറ്റുകൾ ഫിനിഷിംഗ് ലൈൻ കഴിഞ്ഞ് പിന്നെയും കുറെ ദൂരം കൂടെ ഓടണത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഫിനിഷിംഗ് ലൈൻ വരെ ഓടിയാൽ മതി, പക്ഷെ അവിടെ ഒന്നും അവർക്ക് നിൽക്കാൻ പറ്റില്ല. അവർ ഓടി വരികയാണ്, അപ്പൊ ബോഡി ചലനാവസ്ഥയിൽ. പെട്ടെന്ന് നിന്നാൽ ചിലപ്പോൾ മുന്നോട്ട് വീഴും, അതുകൊണ്ട് അവർ കുറച്ച് ദൂരം കൂടെ ഓടുന്നു. അതും ചലന ജഡത്വത്തിന് ഉദാഹരണമാണ്. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. നമ്മള് ഈ മാവില് മാങ്ങ നിൽക്കുന്നു, നമ്മൾ മാവിന്റെ കൊമ്പ് പിടിച്ച് കുലുക്കി കഴിഞ്ഞാൽ മാങ്ങ ഞെട്ടക്ക് താഴേക്ക് വീഴും. അതിന് കാരണം എന്ന് വെച്ചാല് നമ്മൾ കുലുക്കുന്നതിന് മുന്നേ ഇത് നിശ്ചലാവസ്ഥയിലാണ് നിന്നിരുന്നത്. അപ്പൊ നമ്മൾ കുലുക്കുമ്പോൾ മാവിന്റെ കൊമ്പ് എന്തായി? ചലനാവസ്ഥയിലായി. പക്ഷെ മാങ്ങ അപ്പോഴും ഏതവസ്ഥയിൽ നിൽക്കാൻ ശ്രമിക്കും? നിശ്ചലാവസ്ഥയിൽ നിൽക്കാൻ ശ്രമിക്കും. അപ്പൊ ഞെട്ടിൽ നിന്ന് എന്ത് ചെയ്യും? പിടിവിട്ടുപോകും. അങ്ങനെയാണ് മാങ്ങ താഴേക്ക് വീഴുന്നത്. അപ്പൊ മാങ്ങ ആദ്യം നിന്നത് നിശ്ചലാവസ്ഥയിലായതുകൊണ്ട് അത് ഏത് ജഡത്വം? നിശ്ചല ജഡത്വം. പിടികിട്ടിയോ? ഇനി നിർത്തിയിട്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് മുന്നോട്ടെടുക്കുമ്പോൾ യാത്രക്കാർ പിറകിലേക്ക് വീഴുന്നു. അപ്പൊ നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിൽ കയറിയിരിക്കുന്ന ആൾക്കാർ റെസ്റ്റിലാണ്. അപ്പൊ നമ്മുടെ ബോഡി റെസ്റ്റിൽ പൊക്കോണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു. പെട്ടെന്ന് മുന്നോട്ടെടുക്കുമ്പോൾ നമ്മൾ അതിലേക്ക് വരുന്നില്ല. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? പിറകിലേക്ക് പോകുന്നു. അപ്പൊ ആദ്യം നമ്മൾ റെസ്റ്റിലായിരുന്നുകൊണ്ട് അത് നിശ്ചല ജഡത്വം. കേട്ടോ? അപ്പൊ നിങ്ങളോട് ഏത് ഉദാഹരണമാണോ പറയുന്നത് അതിൽ വസ്തു ഏതവസ്ഥയിലായിരുന്നു എന്ന് നോക്കുക, അതായിരിക്കും അതിന്റെ ജഡത്വം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് ഒന്നാം ചലന നിയമത്തിൽ പറയുന്നത്. ഇനി രണ്ടാം ചലന നിയമത്തിലോട്ട് വന്നാല്, രണ്ടാം ചലന നിയമം ബലത്തിന് ഒരു സമവാക്യം നൽകുന്നു. അവിടെ നിങ്ങൾ ഒരൊറ്റ കാര്യം പഠിച്ചാൽ F=ma. നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്. F= എന്താണ്? ma എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടുന്നത് ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമത്തിൽ നിന്നാണ്. കിട്ടി? ഇനി മൂന്നാം ചലന നിയമത്തിലോട്ട് പോയാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ട് അല്ലെ? നമ്മൾ റോക്കറ്റ് മുകളിലേക്ക് പോകുന്നു, തോക്ക് അല്ലെങ്കിൽ പിസ്റ്റൾ ഉപയോഗിക്കാൻ കഴിയുന്നു, തോണിയിൽ നിന്ന് കരയിലേക്ക് ചാടാൻ കഴിയുന്നു, അങ്ങനത്തെ ഉദാഹരണങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഡെഫിനിഷൻ പഠിച്ചു വെച്ചിരിക്കെ, ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എല്ലാ പ്രവർത്തനങ്ങൾക്കും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. അതാണ് ഏത് നിയമത്തിൽ പറയുന്നത്? ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമത്തിൽ പറയുന്നത്. ഓക്കെ ആണോ? ചലന നിയമം 3 ക്ലിയർ ആണോ?
ഇത്രയെങ്കിലും 3 ചലന നിയമങ്ങളെ കുറിച്ച് പഠിച്ചു വെക്കാം. പിന്നെ അവിടെ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യത്തില് മാഡം രണ്ടാം ചലന നിയമത്തിന്റെ എന്താണെന്നൊന്ന് പറയാമോ? ചോദിക്കുന്ന എക്സാമിന് ഇങ്ങനെ ചോദിക്കത്തില്ലേ ഡെഫിനിഷൻ പോലെ ഏത് നിയമം? രണ്ടാം ചലന നിയമത്തിന്റെ ഡെഫിനിഷൻ വേണോ? ഡെഫിനിഷൻ വേണമെങ്കിൽ പറയാം. ഞാൻ പിന്നെ അത് വലിച്ചു നിൽക്കണ്ടെന്ന് പറഞ്ഞില്ല. പറയാം. അതായത് രണ്ടാം ചലന നിയമത്തിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ് പറയുന്നത്? അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് എഴുതിക്കോണേ. ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലത്തിന് നേരനുപാതത്തിലായിരിക്കും. ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് അതിൽ പ്രയോഗിക്കുന്ന ബലത്തിന് നേരനുപാതത്തിലായിരിക്കും. ഓക്കെ, ശരിയോ? ഓക്കെയാണ്. ഈ ഒരു ഡെഫിനേഷനിൽ നിന്നാണ് നമ്മൾ ആ F=ma എന്ന് പറഞ്ഞ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമ്മൾ ആ ഇക്വേഷൻ മാത്രം തൽക്കാലം പഠിച്ചു വയ്ക്കുക. കേട്ടോ? മൂന്നാം ചലന നിയമം നമുക്ക് കാണാപ്പാഠമാണ്, ഇല്ലേ? നമുക്കറിയാം, അത് ഒരുപാട് തവണ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഡെഫിനിഷൻ. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഇനി നമ്മളിവിടെ ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ചെളിയിലോ ഐസിലൊക്കെ ആയി പോകണമെന്ന് വിചാരിക്കാം. അവിടെ നിന്ന് നമ്മൾ വണ്ടി തള്ളിയാൽ അത് മുന്നോട്ട് നീങ്ങാറില്ല. അപ്പൊ കാരണം ചിലപ്പോൾ ചോദിക്കുക, ഐസിലോ ചെളിയിലോ ഒക്കെ നിന്ന് വണ്ടി തള്ളുമ്പോൾ വണ്ടി മുന്നോട്ട് നീങ്ങാത്തതിന് കാരണം നമ്മളൊരു ബലം കൊടുക്കുമ്പോൾ ഐസ് തിരിച്ച് വണ്ടിയിലേക്കൊരു ബലം തന്നാലേ വണ്ടിക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റൂ. ഐസ്, ചെളി പോലത്തെ വസ്തുക്കൾക്ക് പ്രതിപ്രവർത്തനം തരാനുള്ള കഴിവില്ല. അതുകൊണ്ടാണ് നമ്മൾ ചെളിയിലോ ഐസിലൊക്കെ ആയിപ്പോയാൽ വണ്ടി മുന്നോട്ട് നീങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ട്. തനിയെ മുന്നോട്ട് നീങ്ങത്തില്ല. പിന്നെ ആരെങ്കിലും തള്ളി സഹായിച്ചൊക്കെ വേണം മുന്നോട്ട് നീങ്ങാൻ. അപ്പോൾ ഐസും ചെളിയിലും വാഹനങ്ങളെ മുന്നോട്ട് നീങ്ങാൻ പറ്റാത്തത് എന്ത് കാരണമാണ്? അവയ്ക്ക് പ്രതിപ്രവർത്തനത്തിനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ. എടാ, ഇനി നമുക്ക് അതിന്റെ കൂട്ടത്തിൽ കൂടെ തന്നെ ഉത്തോലകങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും കൂടെ പഠിക്കാം. അതിന്റെ ഉദാഹരണങ്ങളൊക്കെ ചിലപ്പോൾ ചോദിച്ചൊക്കെ കണ്ടിട്ടുണ്ട്, മുമ്പൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ അതിനെ ചോദിച്ച് കാണുന്നില്ല, എന്നാലും പഠിച്ചു വെച്ചിരിക്കാം. ഉത്തോലകങ്ങൾ എന്ന് പറഞ്ഞാൽ 3 തരമുണ്ട്. ഉത്തോലകം എന്ന് പറഞ്ഞാൽ ലഘുയന്ത്രങ്ങളാണ്. അതായത് നമ്മുടെ ഈ ജോലി എളുപ്പമാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളല്ലേ. ഇപ്പം നമ്മൾ നഖം വെട്ടി ഉപയോഗിക്കുന്നു, പാക്ക് വെട്ടി, അല്ലെങ്കിൽ ലെമൺ സ്ക്യൂസർ നാരങ്ങ ഞെക്കി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ കപ്പിയും കയർ ഉപയോഗിക്കുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന കുഞ്ഞു കുഞ്ഞു ഉപകരണങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? ലഘുയന്ത്രങ്ങൾ, അല്ലെങ്കിൽ സിമ്പിൾ മെഷീൻ. അപ്പൊ ഉത്തോലകവും അതുപോലത്തെ ഒരു സാധനമാണ്. ഒരു സാധനം, ലിവർ എന്നാണ് അതിനെ പറയാം. നമുക്ക് ഇതാണ് ഒരു ഉത്തോലകം എന്ന് വിചാരിക്കാം. ഈ ഉത്തോലകത്തിന് ഒരു മിഡ് പോയിന്റ് കാണും. മിഡ് പോയിന്റ്, ഉത്തോലകത്തിന്റെ മധ്യബിന്ദു. ഈ മധ്യബിന്ദുവിനെ നമ്മൾ വിളിക്കും ധാരം എന്ന് വിളിക്കും. ധാരം. ഒന്നുകിൽ നിങ്ങൾക്ക് ഉത്തോലകത്തിന്റെ മധ്യബിന്ദു എന്ന് പഠിച്ചു വയ്ക്കാം. അതല്ലെങ്കിൽ പഠിച്ചു വയ്ക്കേണ്ടത് ഒരു ഉത്തോലകം ഏത് ബിന്ദുവിനെ ആധാരമാക്കിയാണോ തിരിയുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത്, ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ധാരം. അതൊന്നും അങ്ങനെ ചോദിക്കില്ല. നമ്മൾ ധാര എന്തെന്നൊന്നും ഓർത്താൽ മതി. ആ നടുക്ക് വരുന്ന ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ധാരം അല്ലെങ്കിൽ ഫൾക്രം. ധാരം അല്ലെങ്കിൽ ഫൾക്രം. ഇനി നമ്മളിപ്പോൾ നഖം വെട്ടുന്നു. അപ്പൊ നഖം ഈ സൈഡിലാണെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കമ്പിപ്പാര വെച്ചിട്ട് ഒരു വലിയ സാധനം ഇങ്ങനെ മറച്ചിടുന്നു, തടി മറച്ചിടുന്നു, എന്തെങ്കിലും ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്താണോ തടസ്സം, അല്ലെങ്കിൽ മുറിക്കേണ്ട വസ്തു, അല്ലെങ്കിൽ എടുത്തു മാറ്റേണ്ട വസ്തു, അത് ആ സാധനം ഇവിടെ ആയിരിക്കും വെച്ചിരിക്കുക. അതിനെ നമ്മൾ വിളിക്കും രോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് വിളിക്കും. റെസിസ്റ്റൻസ്. ഇനി ഇതിനടുത്ത് മാറ്റണമെങ്കിൽ നമ്മളൊരു ബലം പ്രയോഗിക്കണ്ടേ? ഇപ്പൊ നാരങ്ങ പിഴിയണമെങ്കിൽ നമ്മളിങ്ങനെ ഒരു ബലം കൊടുക്കണം, ഇല്ലേ? ആ ബലം കൊടുക്കുന്ന ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് യത്നം അല്ലെങ്കിൽ എഫേർട്ട്. യത്നം അല്ലെങ്കിൽ എഫേർട്ട്. അപ്പൊ ഒരു ഉത്തോലകത്തിന്റെ 3 ഭാഗങ്ങളാണ് ഏതൊക്കെ? ഫൾക്രം അല്ലെങ്കിൽ ധാരം, എഫേർട്ട് അല്ലെങ്കിൽ യത്നം, രോധം അല്ലെങ്കിൽ എന്താണ് റെസിസ്റ്റൻസ്. ഈ 3 പൊസിഷൻ എങ്ങോട്ടൊക്കെ മാറുന്നു എന്നുള്ളതനുസരിച്ചാണ് 3 തരത്തിലുള്ള ഉത്തോലകം ഉള്ളത്. പിടിയില്ല? ഇപ്പൊ ഇവിടെ ഫൾക്രോൺ നടുക്ക്, ഇനി രോധം നടുക്ക് വരാം, അല്ലെങ്കിൽ യത്നം നടുക്ക് വരാം. അപ്പോൾ അങ്ങനെ മാറി വരുമ്പോൾ എന്ത് ചെയ്യും? ഈ ഉത്തോലകത്തിന്റെ പേര് മാറും. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന 3 ടൈപ്പ് ഉത്തോലകം. നിങ്ങൾ കാണാതൊന്നും പഠിക്കില്ല, ഞാൻ പറയുന്ന കാര്യം മാത്രം പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് അത് പെട്ടെന്ന് കിട്ടും. എല്ലാം കൂടെ നമ്മൾ കാണാൻ പഠിക്കുന്നത് നമ്മുടെ മനസ്സിലേക്ക് എത്തൂല, ഒന്ന് മറന്നു പോകും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിക്കണേ, FRE എന്ന് പഠിക്കണം.
FRE ഫ്രീ എന്ന് വായിച്ചു. F ഫൾക്രം നടുക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നാം വർഗ ഉത്തോലകം. ഫൾക്രം നടുക്ക് വന്ന ഒന്നാം വർഗ ഉത്തോലകം. ഇപ്പൊ ഞാൻ വരച്ച പോലത്തെ പടം. പിന്നെ യത്നവും രോധവും ഏത് സൈഡിൽ വേണോ മാർക്ക് ചെയ്യാൻ. നടുക്കത്തെ മാത്രം നിങ്ങൾ നോക്കിയത്, മറ്റത് ഏത് സൈഡിൽ വേണോ കൊടുക്കുക. അപ്പൊ ഫൾക്രം നടുക്ക് വന്നാൽ ഒന്നാം വർഗം. ഇനി റെസിസ്റ്റൻസ് നടുക്ക് വന്നാൽ രണ്ടാം വർഗം. റെസിസ്റ്റൻസ് നടുക്കാണെങ്കിൽ എഫർട്ടിനെയും ഫൾക്രത്തിനെയും നമുക്ക് രണ്ട് സൈഡിൽ കൊടുക്കാം. ഏത് സൈഡിലെങ്കിലും കൊടുക്കാം, കുഴപ്പമില്ല. അപ്പൊ റെസിസ്റ്റൻസ് നടുക്ക് വന്നാൽ രണ്ടാം വർഗം. ഇനിയുള്ളത് ഈ എഫേർട്ടാണ് നടുക്ക് വരുന്നെങ്കിൽ അതെന്തായിരിക്കും ഇവിടെ മൂന്നാം വർഗം. അപ്പൊ റെസിസ്റ്റൻസ് ഇവിടെ വരും, ഫൾക്രം ഇവിടെ വരും. പിടികിട്ടിയ? അപ്പൊ നിങ്ങൾ സൈഡിൽ വരുന്നതൊന്നും പഠിക്കേണ്ട, നടുക്ക് വരുന്ന കാര്യം മാത്രം പഠിച്ചാൽ മതി. ഒന്നാം വർഗ ഉത്തോലകത്തിൽ ഫൾക്രം നടുക്ക്, രണ്ടാം വർഗ ഉത്തോലകത്തിൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ രോധ നടുക്ക്, മൂന്നാം വർഗ ഉത്തോലകത്തിൽ യത്നം നടുക്ക് വരും. ഓക്കെ ആണോ? അപ്പൊ 3 വർഗ ഉത്തോലകങ്ങൾ മനസ്സിലായോ? കിട്ടിയോ? ഇനി നമ്മൾ ഇതിന്റെ ഉദാഹരണം പഠിക്കണം. അതാണ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഉദാഹരണം പഠിക്കണേ. അപ്പൊ ഒന്നാം വർഗ ഉത്തോലകത്തിന്റെ ഉദാഹരണം പഠിക്കും. നിങ്ങൾ ചിലപ്പോൾ കോഡൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ പറയുന്ന കോഡ് നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. എന്നിരുന്നാലും കേട്ടോ. സീസോ പ്ലേയിൽ ഒന്നാമനായ കപ്പിത്താന്റെ നഖം വെട്ടാൻ കത്രികയ്ക്ക് ത്രാണിയില്ല. അപ്പൊ ഈ കോഡ് നിങ്ങൾ എഴുതി വെക്കുക. എന്താണ്? സീസോ പ്ലേയിൽ ഒന്നാമനായ കപ്പിത്താന്റെ നഖം വെട്ടാൻ കത്രികയ്ക്ക് ത്രാണിയില്ല. ഒന്നാമനായ എന്ന് കണ്ടില്ലേ? അതായത് ഒന്നാം വർഗ ഉത്തോലകത്തിനെ കുറിച്ചാണ് ഈ ഇതിൽ പറയുന്നത്. സീസോ പ്ലേ. അപ്പൊ ഒന്നാമത്തെ എഴുതണം സീസോ. ഒന്നാമത്തെ ഉദാഹരണം ഏതാണ്? സീസോ. രണ്ടാമത്തത് പ്ലെയർ എന്നുള്ളതിന്റെ പ്ലേ കേട്ടോ, അത് പ്ലെയർ. അപ്പൊ സീസോ, രണ്ടാമത്തത് പ്ലെയർ. പിന്നെ കപ്പിത്താനെ കണ്ടില്ലേ? കപ്പി എന്താണ്? കപ്പി എന്ന് പറഞ്ഞാൽ പുള്ളി, കിണറ്റിലിടുന്ന പുള്ളി, അത് ഒന്നാം വർഗം. നഖം വെട്ടാൻ. അപ്പൊ നഖം വെട്ടി എത്രാം വർഗ ഉത്തോലകം? ഒന്നാം വർഗ ഉത്തോലകം. അടുത്തത് കത്രിക ഒന്നാം വർഗം. അടുത്തത് ത്രാണിയിൽ കണ്ടോ? ത്രാസ്. അപ്പൊ സീസോ, പ്ലെയർ, കപ്പി, നഖം വെട്ടി, കത്രിക, ത്രാസ്. ഇത്രയാണ് ഇതിൽ വരുന്നത് ഒന്നാം വർഗ ഉത്തോലകത്തിൽ വരുന്നത്. ആരുടെയോ മൈക്ക് ഓൺ ആണോ? നോക്കാവോ? അപ്പൊ നോക്കിയോ. അപ്പൊ ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം കോഡ് നമ്മൾ പഠിച്ചു. സീസോ പ്ലെയിൽ ഒന്നാം. ആരുടെയോ മൈക്ക് ഓൺ ആണോ? ഒന്ന് ഓഫ് ആക്കാവോ? ലാസ്റ്റ് എന്താണ് ശരിക്കും? ലാസ്റ്റ് കത്രിക കഴിഞ്ഞിട്ട് ത്രാസ് ഇല്ലാന്നാണോ? എന്താ? ത്രാണിയില്ല. അതാണ് നമ്മുടെ കോഡ്. ത്രാണിയില്ല. ഒന്നുകൂടെ പറയാം. ത്രാണിയില്ല. ഞാൻ ആ കോഡ് മാത്രം ഒന്നുകൂടെ പറഞ്ഞുതരാമേ, ശ്രദ്ധിച്ചേട്ടോണേ. സീസോ പ്ലേയിൽ ഒന്നാമനായ കപ്പിത്താന്റെ നഖം വെട്ടാൻ കത്രികയ്ക്ക് ത്രാണി ഇല്ല. അതാണ് കോഡ്. അതിൽ സീസോ ഉണ്ട്, പ്ലെയർ ഉണ്ട്, കപ്പിയുണ്ട്, നഖം വെട്ടിയുണ്ട്, കത്രികയുണ്ട്, ത്രാസുണ്ട്. 6 സാധനങ്ങൾ. ഇതെല്ലാം ഒന്നാം വർഗ ഉത്തോലകങ്ങളാണ്. ഓക്കെ ആണോ? ഓക്കെ. രണ്ടാം വർഗത്തിലോട്ട് പോവാം. രണ്ടാം വർഗം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നാം വർഗത്തില് എഫ് നടുക്ക്, ഫൾക്രം നടുക്ക്. ഇപ്പൊ ഞാനേ കത്രിക വരയ്ക്കാം. എങ്ങനെയാണ് കത്രിക ഇരിക്കുന്നത്? കത്രിക നഖം വെട്ടിക്കാത്ത നടുക്കാണോ? നഖം ശ്രദ്ധിച്ചു നോക്കണേ. നഖം വെട്ടിയില്ലേ നമ്മൾ ബലം ബ്രേക്കുന്ന ഒരു സൈഡില്, നഖം വെട്ടിക്ക് നടുക്കാണോ? ഫൾക്രം നടുക്കാണ്. അതിനിടയ്ക്ക് ഒരു സ്ക്രൂ പോലത്തെ ഒരു സാധനം ഇല്ലേ? നഖം വെക്കുന്നതിനും നമ്മൾ ഈ പിടിച്ച് പ്രസ് ചെയ്യുന്നതിന് ഇടയിലായിട്ട് ഒരു സാധനം ഇല്ലേ? അതായത് ഈ നഖം വെട്ടിയുടെ 2 പോർഷൻ ഇല്ലേ? ഒരു സാധനം നമ്മളിങ്ങനെ മറിച്ചിട്ടല്ലേ ഇങ്ങനെ
കട്ട് ചെയ്യാൻ പിടിക്കുക. അപ്പൊ അത് രണ്ടും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു സ്ക്രൂ പോലത്തെ ഒരു സാധനം ഇടയ്ക്കില്ലേ, അതാണ് അതിന്റെ ഫൾക്ര. ഓക്കെ, നഖം വെട്ടി എടുത്ത് നോക്കണം. നഖം നമ്മൾ ടിപ്പിലാക്കി നോക്കിയാൽ ബലം പ്രയോഗിക്കുന്നത് ഫസ്റ്റ് ടിപ്പില്, ഇടയ്ക്ക് ഒരു സ്ക്രൂ ഉണ്ടാവും. നമുക്ക് കത്രികയിൽ നോക്കടാ, നടുക്ക് രണ്ടിനെയും കൂടെ ജോയിൻ ടീച്ചറെ ടീച്ചറെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ നഖം വെട്ടി, നാരങ്ങ ഞെക്കി, പാക്ക് വെട്ടി, ഇതെല്ലാം ഒരു ഗ്രൂപ്പ് അല്ലയോ, അതോ ഈ നഖം വെട്ടി ഇതിൽ തന്നെയാണോ വരുന്നത്? ഇത് നഖം വെട്ടി ഇതില്, നാരങ്ങ ഞെക്കി നമ്മൾ ഇനി പറയും, അത് വേറെ ഗ്രൂപ്പില്. കേട്ടോ, ഈ പറഞ്ഞ 6 മാത്രമേ ഒന്നാം വർഗമുള്ളൂ. ഇതിന്റെ എല്ലാത്തിന്റെ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നടുക്ക് ഭാഗത്ത് ഒരു കണക്ടിങ് പോയിന്റ് കാണും. ഈ സ്ഥലത്താണ് കത്രികയിൽ നമ്മൾ ബലം പ്രയോഗിക്കുന്നത്. അപ്പൊ എഫർട്ട് ഇവിടെ, നമ്മൾ മുറിക്കാനുള്ള പേപ്പർ എന്തെങ്കിലും വെക്കുന്ന ഇവിടെ, അതായത് രോധം ഇവിടെ ഇല്ലേ. അപ്പൊ എഫ് നടുക്കുന്നില്ലേ, എഫ് നടുക്കുന്നില്ലേ. അപ്പൊ ഇങ്ങനെയുള്ളതാണ് ഒന്നാം വർഗം. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ ഇത്രയും മനസ്സിലാക്കി പഠിക്കേണ്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഈ കോഡ് പഠിച്ചു വെക്കുന്നത്. 6 പേരങ്ങ് പഠിക്കും. നിങ്ങൾ കോഡ് വേണ്ടെങ്കിൽ 6 പേര് പഠിക്കാമെങ്കിൽ അങ്ങനെ പഠിച്ചാലും മതി. എങ്ങനെയാണ് കാര്യം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ഒന്നാമത്തെ കോഡ് ഇത് കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ ഒരു കോഡ് പറഞ്ഞുതരാം. 2 അല്ലേ, അപ്പൊ 2 ബോട്ടിൽ വിൽപ്പനയ്ക്ക്, 2 ബോട്ടിൽ വിൽപ്പനയ്ക്ക്, വിൽപ്പനയ്ക്ക് 2 ബോട്ടിൽ വിൽപ്പനയ്ക്ക്. അതിൽ 2 കണ്ട് രണ്ടാം വർഗ ഉത്തോലക. ബോട്ടിൽ കണ്ടില്ലേ, ബോട്ടിൽ, അത് ബോട്ടിൽ ഓപ്പണർ. ബോട്ടിൽ ഓപ്പണർ എന്ന് പറഞ്ഞാൽ ഈ സോഡയൊക്കെ പൊട്ടിക്കുന്ന സോഡയൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് ഒരു മെറ്റൽ സാധനം ഉപയോഗിക്കാറില്ലേ, അതാണ് ബോട്ടിൽ ഓപ്പണർ കേട്ടോ. ബോട്ടിൽ ഓപ്പണർ. ഇനി വി കണ്ടില്ലേ, വിൽ എന്നല്ലേ, വിൽപ്പനയ്ക്ക് എന്നുള്ളതിൽ വിൽ, അതിൽ എഴുതണം വീൽ ബാരോ. വീൽ ബാരോ എന്ന് പറഞ്ഞാൽ എവിടെയാണ്, നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ ഇങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന ഒരു ഉരുട്ട് വണ്ടിയില്ലേ, ഒരു വീല് മാത്രമുള്ള ഒരു ഉരുട്ട് വണ്ടിയില്ലേ, അർബാനെ വിളിക്കുന്ന പേരാണ് വീൽ ബാരോ കേട്ടോ. അടുത്തത് വീൽ ചെയർ. അപ്പൊ വീൽ എന്നുള്ളതിൽ 2 വീൽ ബാരോ പഠിക്കണം, വീൽ ചെയർ പഠിക്കണം. 2 കിട്ടി. ഇനി പാ കണ്ടില്ലേ, വിൽപ്പന എന്നുള്ളതിലെ പായിൽ പഠിക്കണം പാക്കുവെട്ടി. ഇനി നാലിൽ പഠിക്കണം നാരങ്ങ നെക്കി. ലെമൺ സ്ക്യൂസർ. ഓക്കെ, ഇതിൽ 5 ബോട്ടിൽ ഓപ്പണർ, വീൽ ബാരോ, വീൽ ചെയർ, പാക്ക് വെട്ടി, നാരങ്ങ നെക്കി. കിട്ടിയോ? 2 ബോട്ടിൽ വിൽപ്പനയ്ക്ക്, ബോട്ടിൽ ഓപ്പണർ, വീൽ ബാരോ, വീൽ ചെയർ, പാക്ക് വെട്ടി, നാരങ്ങ നെക്കി. ക്ലിയർ ആണോ? ഇതിലേതാ നടുക്ക് വരുന്നേ? റെസിസ്റ്റൻസ് അല്ലേ നടുക്ക് വരുന്നത്. നിങ്ങൾ ആലോചിച്ച് ഒരു നാരങ്ങ നെക്കി എടുത്ത് ആലോചിച്ച് നോക്കുക. അപ്പൊ നാരങ്ങ നെക്കി ഇങ്ങനത്തെ ഒരു ഷേപ്പിലായിരിക്കും ഇരിക്കുക. ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ നാരങ്ങ വെക്കാനുള്ള സ്പേസ് ആണ്, ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക അല്ലെ, ഇങ്ങനെയല്ലേ ഇരിക്കുക. അപ്പൊ നമ്മൾ ബലം കൊടുക്കുന്ന ഇവിടെ, എഫർട്ട് ഇവിടെ, നാരങ്ങ നമ്മൾ വെക്കുന്ന നടുക്ക്, അപ്പൊ രോധം നടുക്ക്. ഇതാണ് രണ്ടിനെയും കൂടെ കണക്ടിങ് പോയിന്റ്. 2 സാധനത്തെയും കൂടെ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സ്ഥലം ഇവിടെയാണ്. അപ്പൊ അതെന്താണ്, ഇത് ഫൾക്ര. അപ്പൊ 6 നടുക്ക് വരുമ്പോ രണ്ടാം വർഗം അല്ലേ, അപ്പൊ നാരങ്ങയ്ക്ക് രണ്ടാം വർഗം. കിട്ടിയോ? ഓക്കെ ആണോ? ഇനി മൂന്നാമത്തതിന് ഒരു കോഡ് ഉണ്ട്, അതിനും കൂടെ ഒരു കോഡ് പഠിക്കണേ. ചൂണ്ടയിൽ കുടുങ്ങിയ 3 ഐസിനെ ചവണ കൊണ്ട് കോരി. ആരുടെയോ മൈക്കൊന്നും മ്യൂട്ടാക്കട. കൊണ്ട് കോരി. ഇതാണ് മൂന്നാമത്തതിന്റെ ഉദാഹരണം. ചവണ കൊണ്ട് നോക്കിയോളെ, കോരി എടുത്തു. അതാണേ, നോക്കിക്കോ. ചൂണ്ടയിൽ കുടുങ്ങിയ, അപ്പൊ ചൂണ്ട, ഒന്നാമത്തത് ചൂണ്ട. 3 ഐസിനെ എന്നല്ലേ, അപ്പൊ മൂന്നാം വർഗ ഉത്തോലകം കാണിക്കാനാണ് 3 കൊടുത്തിരിക്കുന്നത്. ഐസ് എന്ന് വന്നിരിക്കുന്നത് ഐസ് ടോങ്. നമ്മൾ ഈ ഐസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം ഉപയോഗിക്കില്ലേ,
നമ്മളിപ്പോ മീനൊക്കെ പൊരിക്കുമ്പോഴത്തേക്ക് അതിനിങ്ങനെ മറിച്ചും തിരിച്ചും ഇടാൻ വേണ്ടിയിട്ട് ഒരു സാധനം ഉപയോഗിക്കൂലേ അടുക്കളയിലൊക്കെ? ആ സാധനം തന്നെ, ടോങ്. 2 ഇങ്ങനെ ഇതുള്ള ഇടാം. അതാണേ. അപ്പൊ ഐസ് ടോങ്, ചവണ. ചവണ നിങ്ങൾക്കറിയാം, ഫോർസെപ്സ് അറിഞ്ഞൂടെ? എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ചവണ. ചെറിയ സാധനങ്ങളൊക്കെ എടുക്കാം. അപ്പൊ ചവണ കൊണ്ട് കോരി. കോരി എന്ന് പറഞ്ഞാല് ഷവൽ. അതായത് നിങ്ങൾ ഈ റോഡൊക്കെ ടാർ ചെയ്യുന്ന സമയത്തെ കുറച്ച് വീതിയുള്ളൊരു ഒരു സാധനം വെച്ചിട്ട്, ഒരു മെറ്റൽ സാധനം വെച്ചിട്ട് ഇങ്ങനെ ടാറൊക്കെ കോരി ഇങ്ങനെ വിതറി ഇടുന്ന കണ്ടിട്ടില്ലേ? ആ സാധനത്തിനെ വിളിക്കുന്ന പേരാണ് കോരി അല്ലെങ്കിൽ ഷവൽ. കേട്ടോ? കോരി, അതാണ് കോരി. അപ്പൊ ഇതിനകത്ത് വരുന്നത് ചൂണ്ട വരും, ഐസ് ടോങ് വരും, ചവണ വരും, കോരി വരും. 4 കിട്ടിയോ? ഉത്തോലകങ്ങൾ 3 കിട്ടിയോ? ക്ലിയർ ആണോ? അടുത്തിലോട്ട് പോവാം. ഓക്കെ. ഇനി നമുക്കുള്ളതേ പ്രകാശത്തെ സംബന്ധിച്ച കാര്യങ്ങളാണ്. പ്രകാശം അതൊരു വലിയ ടോപ്പിക്കാണ്. തൽക്കാലം നമുക്ക് പ്രകാശ പ്രതിഭാസങ്ങളും അവ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറച്ച് സിറ്റുവേഷൻ, അതാണ് എപ്പോഴും ചോദിക്കുന്നത്. ഇപ്പൊ നമ്മളോട് ചെയ്യും മഴവില്ലിന് കാരണം എന്ത്, അല്ലെങ്കിൽ മരീചിക ഉണ്ടാവാൻ കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് എപ്പോഴും ചോദിക്കുക. അപ്പൊ നമുക്ക് ആ പ്രകാശ പ്രതിഭാസങ്ങളും അത് കാണുന്ന സിറ്റുവേഷൻസും പഠിച്ചു വെക്കാം. ഓക്കെ. നമുക്കിനി എന്തെങ്കിലും ഒരു ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിക്കാനുള്ള ഒരു സമയം കിട്ടുമെങ്കിൽ നന്നായിട്ട് നമുക്ക് ഓരോ പ്രതിഭാസമായിട്ട് എടുത്തൊക്കെ പഠിക്കാം. ഇപ്പൊ തൽക്കാലം നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതിൽ ആ ഫിനോമിനൻ എന്ത് എന്നൊന്നും ചോദിക്കത്തില്ല. ഇപ്പൊ പ്രകീർണനം എന്താണ്, അത് വിശദമാക്കുക എന്നൊരു ചോദ്യമില്ല. മഴവില്ലുണ്ടാകുന്നതിന് കാരണം എന്ത്, ആ ഒരു ചോദ്യമേ വരുള്ളൂ. അത് പ്രകീർണനമാണ്. പിടിയിട്ട? അപ്പൊ നിങ്ങൾ ഒന്നാമത്തെ പ്രകാശ പ്രതിഭാസങ്ങൾ എന്നൊരു കുഞ്ഞു ഹെഡിങ് കൊടുത്തിട്ട് ഒന്നാമത്തെ പ്രകാശ പ്രതിഭാസമായിട്ട് പ്രതിപതനം എഴുതണം. പ്രതിപതനം, പ്രതിപതനം അല്ലെങ്കിൽ പ്രതിഫലനം, റിഫ്ലക്ഷൻ, ഈ 3 വേർഡ് ഒന്ന് തന്നെയാണ് കേട്ടോ. പ്രതിപതനം അല്ലെങ്കിൽ പ്രതിഫലനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ. ശരി. ഒന്നാമത്തെ പ്രകാശ പ്രതിഭാസം. ഈ പ്രതിഫലനം എന്ന് പറഞ്ഞാൽ പ്രകാശം ഒരു സ്ഥലത്ത് വന്ന് തട്ടിയിട്ട് തിരിച്ചു വരുന്നത്. അപ്പൊ നമുക്ക് വസ്തുക്കളെ കാണാൻ സഹായിക്കുന്നത് ആരാണ്? ഈ പ്രതിപതനമാണ്. സൂര്യനിൽ നിന്ന് വരുന്ന രശ്മികൾ നമ്മുടെ ബുക്കില് പേജസിൽ വീണിട്ട് ആ പേജസിൽ നിന്ന് പ്രതിഫലിച്ച് നമ്മുടെ കണ്ണിൽ എത്തുന്നതുകൊണ്ടാണ് ബുക്കിനകത്ത് എന്താണുള്ളതെന്ന് നമുക്ക് വായിക്കാൻ പറ്റുന്നത്. ഏതൊരു സാധനത്തിനായാലും നമ്മൾ കാണുന്നത് ഇതുകൊണ്ടാണ്. കാരണം പ്രകാശം അതിൽ വന്ന് വീഴുന്നു, പ്രതിഫലിച്ച് നമ്മുടെ കണ്ണിലെത്തുന്നു. അപ്പോൾ നമ്മളെ വസ്തുവിനെ കാണും. പിടികിട്ടിയ? അപ്പൊ പ്രതിഫലനം എന്തിനു സഹായിക്കും? വസ്തുക്കളെ കാണാൻ സഹായിക്കുന്നു. വസ്തുക്കളെ കാണാൻ സഹായിക്കുന്നു. പ്രതിഫലനം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ എഴുതണം പ്രകീർണനം. പ്രകീർണനം, പ്രകീർണനം. പ്രകീർണനം എന്ന് പറഞ്ഞാല് മഴവില്ലുണ്ടാകുന്ന പ്രക്രിയ. അതായത് പ്രകാശം 7 വർണ്ണങ്ങളായിട്ട് വിഭജിക്കുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് പ്രകീർണനം. അതിൽ ഡൗട്ട് ഇല്ലല്ലോ. അപ്പൊ പ്രകീർണനത്തെ ഉണ്ടാകുന്ന സിറ്റുവേഷൻ എഴുതുക. മഴവില്ലിന്റെ രൂപീകരണം. മഴവില്ലിന്റെ രൂപീകരണം എഴുതി. മഴവില്ലിന്റെ രൂപീകരണം. അടുത്ത മൂന്നാമത്തെ പ്രകാശ പ്രതിഭാസം എഴുതണം അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ. പ്രകീർണനത്തിന് ഇംഗ്ലീഷിൽ ഡിസ്പേർഷൻ എന്ന് പറയേ. ഡിസ്പേർഷൻ, ഡിസ്പേർഷൻ. ഡിസ്പേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിരിഞ്ഞു പോവുക എന്നുള്ള അർത്ഥമല്ലേ? അപ്പൊ ലൈറ്റ് പല ഘടകങ്ങളായിട്ട് ഇങ്ങനെ പിരിയുന്നു, അതാണ് ഡിസ്പേർഷൻ. കേട്ടോ? അടുത്ത അപവർത്തനം എന്ന് പറഞ്ഞാല് റിഫ്രാക്ഷൻ. REFRACTION, റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ. അപ്പൊ റിഫ്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ റിഫ്രാക്ഷൻ ആണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാല് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന്, ഇപ്പൊ വായുവിലൂടെ സഞ്ചരിച്ച് വെള്ളത്തിലേക്ക് കടക്കുന്നു. അപ്പൊ മാധ്യമം മാറി, വായുവും വെള്ളവും ഉണ്ട്. അപ്പൊ ഇങ്ങനെ മാധ്യമം മാറുമ്പോ ഇതിന്റെ പ്രകാശ പാതയ്ക്ക് ഒരു വ്യതിയാനം ഉണ്ടാവും. നമ്മൾ നേരത്തെ പഠിച്ചു പ്രകാശത്തിന്റെ സഞ്ചാരം എന്ന് പറഞ്ഞാൽ നേർരേഖാ ചലനമാണ്. പക്ഷെ ഇങ്ങനെ ഒരു മാധ്യമത്തിൽ നിന്ന് വേറൊരു മാധ്യമത്തിലോട്ട് പോകുമ്പോൾ പ്രകാശത്തിന്റെ പാതയ്ക്ക് വളവുണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അപവർത്തനം എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്കത് വേണ്ട. അപവർത്തനം എവിടെയൊക്കെ സംഭവിക്കുന്നു എന്ന് എഴുതി വയ്ക്കുക. ഒന്നാമത്തേത് മരീചിക അല്ലെങ്കിൽ മിറേജ്.
മരീചിക. മരുഭൂമിയിൽ വെള്ളം ഉണ്ടെന്ന് ഉള്ളൊരു തോന്നലുണ്ടാകത്തില്ലേ, ആ തോന്നലാണ് മരീചിക എന്ന് പറയുന്നത്. അപ്പൊ മരീചിക അല്ലെങ്കിൽ മിറേജ്. രണ്ടാമത്തായിട്ട് എഴുതണം നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നു. അതായത് നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാല് പ്രകാശം പുറപ്പെടുവിക്കുന്ന സെലസ്റ്റിയൽ ബോഡീസ് ആണ് എന്ത് നക്ഷത്രങ്ങൾ. ആകാശത്തിലെ ഗോളങ്ങളെയാണ് നക്ഷത്രം എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഭൂമി, ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാല് അവയും ആകാശഗോളമാണ്, പക്ഷെ അവയ്ക്ക് എന്തിനുള്ള കഴിവില്ല, പ്രകാശം പുറപ്പെടുവിക്കുന്ന കഴിവില്ല. അപ്പോ സൂര്യൻ ഒരു നക്ഷത്രമാണ്, അതുപോലെ ഒത്തിരി നക്ഷത്രങ്ങളുണ്ട്. ഈ നക്ഷത്രങ്ങളെല്ലാം പ്രകാശം പുറപ്പെടുവിക്കും. നമുക്കത് തിളങ്ങുന്നതായിട്ട് തോന്നും, യഥാർത്ഥത്തിൽ അത് തിളങ്ങുന്നൊന്നുമില്ല, പ്രകാശം പുറപ്പെടുവിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഈ പ്രകാശം നമ്മുടെ അന്തരീക്ഷത്തിലോട്ട് കടക്കുമ്പോൾ അന്തരീക്ഷത്തിൽ പല പല ലെയർ ഉണ്ട്. നിങ്ങൾ ജിയോഗ്രഫിയിലൊക്കെ പഠിക്കൂലേ, എന്താണ് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞ് പഠിക്കും. അവിടെ എല്ലായിടത്തും എയർ ആണെങ്കിൽ പോലും എയറിന്റെ ഡെൻസിറ്റിക്ക് വ്യത്യാസമുണ്ട്. ചിലയിടത്ത് എയർ ഇച്ചിരി തിക്നെസ് കൂടുതലായിരിക്കും, ചിലയിടത്ത് കുറവായിരിക്കും, അങ്ങനെയൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഈ വ്യത്യാസത്തിനനുസരിച്ച് പ്രകാശത്തിന്റെ പാതയ്ക്ക് വളവുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യും, റിഫ്രാക്ഷൻ സംഭവിക്കും. അതിന്റെ ഫലമായിട്ടാണ് നക്ഷത്രം തിളങ്ങുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. യഥാർത്ഥത്തിൽ നക്ഷത്രം എന്ത് ചെയ്തില്ല, തിളങ്ങത്തില്ല. അപ്പൊ നക്ഷത്രങ്ങളുടെ മിന്നിത്തിളക്കത്തിന് കാരണം ചോദിച്ചാൽ അപവർത്തനം. മൂന്നാമതായിട്ട് എഴുതണേ, നമ്മൾ ഈ സന്ധ്യാസമയമാകുമ്പോൾ, അതായത് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാലും നമുക്കൊരു 1-2 മിനിറ്റ് കൂടെ സൂര്യനെ കാണാൻ പറ്റും. അതുപോലെ തന്നെ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേയും കുറച്ച് സമയം സൂര്യനെ കാണാൻ പറ്റും. കുറച്ച് സമയം മുന്നേ തന്നെ സൂര്യനെ കാണാൻ പറ്റും. അതിന് കാരണം അപവർത്തനമാണ് കേട്ടോ. അപ്പൊ സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യോദയത്തിന് മുൻപും കുറച്ച് സമയം സൂര്യനെ കാണാൻ കഴിയുന്നു. സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യോദയത്തിന് മുൻപും കുറച്ച് സമയം സൂര്യനെ കാണാൻ കഴിയുന്നു. അതിന് കാരണം എന്താണ്, അപവർത്തനമാണ്. ഇനി നമ്മൾ ചില ഈ ജലാശയങ്ങളൊക്കെ ഇല്ലേ, കുളം അങ്ങനെയൊക്കെ ഉള്ളതിന്റെയൊക്കെ കരയിൽ നിന്നിട്ട് കുളത്തിലേക്ക് നോക്കുമ്പോൾ വലിയ ആഴം ഉള്ളതായിട്ട് നമുക്ക് തോന്നില്ല, പക്ഷെ നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ നല്ല ആഴം ഉണ്ടായിരിക്കും അല്ലേ. അപ്പൊ ജലാശയങ്ങളുടെ അടിത്തട്ട് ആഴം കുറഞ്ഞതായി തോന്നുന്നു. ജലാശയങ്ങളുടെ അടിത്തട്ട് ആഴം കുറഞ്ഞതായി തോന്നുന്നു. അതിന് കാരണം എന്താണ്, അപവർത്തനം. അപ്പൊ ഇത്രയെങ്കിലും അപവർത്തനത്തിന് പഠിക്കാം. ഇനി ഇവിടെ പറയേണ്ട ഒരു കാര്യം, നമ്മൾ മരീചിക പറഞ്ഞപ്പോ അപവർത്തനം എന്ന് പറഞ്ഞു. എന്നാൽ ഓപ്ഷനിൽ നിങ്ങൾക്ക് അപവർത്തനം ഇല്ല എന്ന് വിചാരിക്കാം. എങ്കിൽ നിങ്ങൾ എഴുതേണ്ട ഉത്തരം പൂർണ്ണാന്തര പ്രതിഫലനമാണ്. ഇടയ്ക്ക് ഏതൊരു പരീക്ഷയ്ക്ക് അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, മരീചിക ചോദിച്ചു, അപ്പൊ അപവർത്തനം എഴുതാൻ വേണ്ടി ഓപ്ഷനിൽ ഇല്ലായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് പൂർണ്ണാന്തര പ്രതിഫലനമാണ്. ആൻസർ കീഴിൽ പൂർണ്ണാന്തര പ്രതിഫലനമാണ് ആൻസർ ആയിട്ട് കൊടുത്തത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, റിഫ്രാക്ഷന്റെ ഒരു എക്സ്ട്രീം കണ്ടീഷൻ ആണ് എന്ന് പറയുന്നത്. വോയിസ് ക്ലിയർ അല്ലേടാ? ഓക്കെ ഓക്കെ, വോയിസ് ക്ലിയർ ആണ് സാർ മാഡം. ആണ്. ഇതിപ്പോ എന്റെ പ്രശ്നമാണോ നിങ്ങളുടെ പ്രശ്നമാണോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും കുറച്ച് സമയം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നോക്കാം. അപ്പോ ഏതൊക്കെയാണ് പറഞ്ഞത്? ഓക്കെ. അപ്പൊ അപവർത്തനം നടക്കുന്നതിന്റെ കുറച്ച് ഒരു കണ്ടീഷൻ മാറുമ്പോൾ, അതായത് ആ പ്രകാശരശ്മി വരുന്ന ഒരു രീതി മാറുമ്പോൾ സംഭവിക്കുന്നതാണ് പൂർണ്ണാന്തര പ്രതിഫലനം. അത് ഒരു അപവർത്തനം തന്നെയാണ്, ഒരു കുറച്ച് വലിയ ലെവലിൽ നടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോ അപവർത്തനം ഇല്ല, ഓപ്ഷനിൽ അപവർത്തനം ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് എഴുതിക്കോണം, പൂർണ്ണാന്തര പ്രതിഫലനം എഴുതിക്കോണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മഴവില്ലുണ്ടാവാൻ കാരണം നമ്മൾ പ്രകീർണം എന്നല്ലേ എഴുതിയത്. മഴവില്ലുണ്ടാകുന്നതിന് പ്രകീർണനം മാത്രമല്ല കാരണമാകുന്നത്, അവിടെ അപവർത്തനവും നടക്കുന്നുണ്ട്, പൂർണ്ണാന്തര പ്രതിഫലനവും നടക്കുന്നുണ്ട്. പക്ഷെ കൂടുതലായിട്ട് നടക്കുന്നത് പ്രകീർണനമാണ്. അതുകൊണ്ടാണ് നമ്മൾ 7 കളറിൽ കാണുന്നത്. അപ്പൊ 7 കളറിൽ കാണുന്നത് കൊണ്ടാണ് മഴവില്ലുണ്ടാവാൻ കാരണം നമ്മൾ പൂർണ്ണാന്തര പ്രതിഫലനം എന്ന് പറയുന്നത്, പ്രകീർണനം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ പ്രകീർണനം പഠിച്ചു വെക്കുക. എങ്ങാനും ക്വസ്റ്റ്യനിൽ ഇത് രണ്ടും കൂടെ ഒക്കെ തരുന്നെങ്കിൽ അതനുസരിച്ച് ആ ഒരു സമയത്ത് ലോജിക്ക് വെച്ച് എഴുതുക കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിസരണം. വിസരണം എന്ന് പറഞ്ഞാല് പ്രകാശരശ്മി, അപ്പൊ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശരശ്മി അന്തരീക്ഷത്തിൽ ജലകണികളുണ്ട്, പൊടിപടലങ്ങളുണ്ട്, വായു തന്മാത്രകളുണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പൊ ഇതിലെല്ലാം തട്ടി ഭാഗികമായിട്ട് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും, പ്രതിഫലിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് വിസരണം എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന് ഉദാഹരണം മതി, ആകാശത്തിന്റെ നീലനിറം. വിസരണത്തിന് കാരണം എന്താണ്? ആകാശത്തിന്റെ നീലനിറം.
രണ്ടാമത്തത് ആഴക്കടലിന്റെ നീലനിറം. കടലിന് നീലനിറമില്ലേ, ആ നീലനിറത്തിന് കാരണവും എന്താണ്? വിസരണമാണ്. ആഴക്കടൽ നീലിമ, ആകാശത്തിന്റെ നീലനിറം, ആഴക്കടലിന്റെ നീലനിറം. മൂന്നാമതായിട്ട് എഴുതണം, സന്ധ്യാസമയത്ത് ഈ അന്തരീക്ഷം കുറച്ച് ചുവപ്പ് കളറായിരിക്കും, ഓറഞ്ച് കളർന്ന ഒരു ചുവപ്പ് നിറത്തിലായിരിക്കും കാണുന്നത്. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാല് ഈ സൂര്യൻ അപ്പൊ ചക്രവാളത്തിന് താഴെയായിരിക്കും, അതായത് അസ്തമിക്കാൻ പോയി. അപ്പൊ സൂര്യനിൽ നിന്ന് നമ്മുടെ കണ്ണിലേക്ക് പ്രകാശരശ്മി വരണമെങ്കിൽ ഒത്തിരി ദൂരം സഞ്ചരിക്കണം. ഇത്രയും ദൂരം സഞ്ചരിച്ചു വരുമ്പോൾ ചെറിയ വേവ് ലെങ്ത് ഉള്ള, അതായത് ആദ്യത്തെ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ അങ്ങനെയൊക്കെയുള്ള നിറങ്ങളൊക്കെ എന്ത് ചെയ്യും? ഇടയ്ക്ക് വെച്ച് വിസരണം സംഭവിച്ചു പോവും. പിന്നെ തരംഗദൈർഘ്യം കൂടിയ ചുവപ്പ് മാത്രമേ നമ്മുടെ കണ്ണിലെത്തുള്ളൂ. അതുകൊണ്ടാണ് അന്തരീക്ഷം ചുവപ്പ് നിറത്തിൽ കാണുന്നത് കേട്ടോ. അപ്പൊ വിസരണത്തിന്റെ ഉദാഹരണമാണ് അത്. അതും കൂടെ എഴുതി വെച്ചോ. സന്ധ്യാസമയങ്ങളിൽ അന്തരീക്ഷം ചുവന്ന നിറത്തിൽ കാണുന്നു. അതിന് കാരണം എന്താണ്? വിസരണമാണ്. അടുത്തൊരെണ്ണം അതിന്റെ കൂട്ടത്തിൽ എഴുതണേ. പട്ടണങ്ങളിലെ അന്തരീക്ഷം എന്താണെന്ന് പറഞ്ഞുതരാം, എഴുതിയിട്ട് പറയാമേ. പട്ടണങ്ങളിലെ അന്തരീക്ഷം ചാരനിറത്തിൽ കാണുന്നു. പട്ടണത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഭയങ്കര പൊല്യൂട്ടഡ് ആണ്, അവിടുത്തെ എയർ ഭയങ്കര പൊല്യൂഷൻ ഉള്ള എയറാണ്. അപ്പൊ ഒത്തിരി ഈ വായു തന്മാത്രകൾ, കാർബൺ ഡൈ ഓക്സൈഡ്, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ അന്തരീക്ഷത്തിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ ഒരു ഗ്രാമപ്രദേശത്തെക്കാളും എന്താ കൂടുതലായിരിക്കും അവിടെ? വിസരണത്തിന്റെ റേറ്റ് കൂടുതലായിരിക്കും. അപ്പൊ എല്ലാ നിറങ്ങളും എന്ത് ചെയ്യും? വിസരണം നടന്ന് ചിന്നിച്ചിതറി പോകും. പ്രകാശത്തിലെ എല്ലാ കിരണങ്ങളും എല്ലാ നിറങ്ങളും ചിന്നിച്ചിതറി പോകും. ഒരു നിറം പോലും നമ്മുടെ കണ്ണിൽ എത്തത്തില്ല. ഏതെങ്കിലും നിറം പ്രതിഫലിച്ച് നമ്മളെ കണ്ണിൽ എത്തിയാലേ നമുക്ക് ആ നിറത്തിൽ കാണാൻ പറ്റും. ഇപ്പൊ എന്റെ ഡ്രസ്സ് റെഡ് കളർ എന്ന് നിങ്ങൾക്ക് തോന്നാൻ കാരണം പ്രകാശം ചെയ്യും, റെഡ് പ്രതിഫലിച്ച് നിങ്ങളുടെ കണ്ണിൽ എത്തുന്നുണ്ട്. അപ്പൊ ഒരു കളറും നമ്മുടെ കണ്ണിൽ എത്തിയില്ല എങ്കിൽ നമുക്ക് ഒരു ഇരുട്ടായിരിക്കും ഫീൽ ചെയ്യുക. പ്രകാശം നമ്മുടെ കണ്ണിൽ എത്തുന്നില്ലെങ്കിൽ ഇരുട്ട് ഫീൽ ചെയ്യും അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പട്ടണത്തിലെ അന്തരീക്ഷം ഇരുണ്ട നിറം അല്ലെങ്കിൽ ചാര നിറത്തിൽ കാണപ്പെടാൻ കാരണം എല്ലാ നിറങ്ങളും എന്ത് ചെയ്ത് പോകുന്നതുകൊണ്ടാണ്? പ്രതിഫലിച്ച് പോകുന്നതുകൊണ്ടാണ്. അപ്പൊ പട്ടണങ്ങളിലെ അന്തരീക്ഷം ചാരനിറത്തിൽ കാണാൻ കാരണവും എന്താണ്? വിസരണം. ഇനി അടുത്ത എഴുതണം പൂർണ്ണാന്തര പ്രതിഫലനം. അടുത്ത പ്രതിഭാസം പൂർണ്ണാന്തര പ്രതിഫലനം. പൂർണ്ണാന്തര പ്രതിഫലനം നമുക്ക് കാണാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഒന്ന് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനകത്ത് ഉപയോഗിക്കുന്ന പ്രവർത്തന തത്വം എന്ന് പറയുന്നത് എന്താണ്? പൂർണ്ണാന്തര പ്രതിഫലനം. രണ്ടാമത്തത് എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞാൽ അറിയണ്ടേ, നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടി നമ്മളിപ്പോൾ മൂക്കിലൂടെയോ വായിലൂടെയൊക്കെ ഇങ്ങനെ ഒരു ഒയറൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യും? അവിടുന്ന് ഡേറ്റ കളക്ട് ചെയ്യുന്ന രീതി ക്യാമറയൊക്കെ ഉള്ള ഒരു സാധനമാണ്. അതിങ്ങനെ മൂക്കിലൂടെയൊക്കെ കയറ്റിയിട്ട് അതിനകത്ത് പ്രകാശം കടത്തി വിട്ടിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ആ മെഡിക്കൽ ഫീൽഡിൽ ആ ടെക്നോളജിക്ക് ഉപയോഗിക്കുന്ന എന്താണ്? പൂർണ്ണാന്തര പ്രതിഫലനമാണ്. രണ്ട് കാര്യം കിട്ടി. പൂർണ്ണാന്തര പ്രതിഫലനത്തിന് രണ്ട് കാര്യം കിട്ടി. അടുത്തത് ഡിഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഭംഗനം. ഡിഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഭംഗനം എഴുതണേ. ഈ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാല് ഡിഫ്രാക്ഷൻ എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ഈ ഒപ്പേക്ക് ആയിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഈ ബോർഡ് ഒപ്പേക്കാണ്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഒരു ടോർച്ച് വെച്ച് ഇങ്ങനെ ലൈറ്റ് അടിച്ചാൽ പ്രകാശം ഇതിൽ തട്ടിട്ട് എന്ത് ചെയ്യും? പ്രതിഫലിച്ച് തിരിച്ചു വരും. എന്നാൽ ഈ ബോർഡിന്റെ അരികുകളിൽ കൂടെ പോകുന്ന പ്രകാശം അപ്പുറത്തേക്ക് കടന്നു പോകും. അപ്പൊ നമുക്ക് ഈ ബോർഡിന് പുറകിലായിട്ട് ഒരു നിഴല് കാണാൻ പറ്റും ഇല്ലേ. അപ്പൊ നിഴല് രൂപീകരിക്കുന്നതിന് കാരണം എന്താണ്? ഈ ഡിഫ്രാക്ഷനാണ് കേട്ടാ. അപ്പൊ പിന്നെ ഈ നിഴലുകളുടെ ഈ സൈഡൊക്കെ ഉണ്ടല്ലോ, അത് ഇത്ര ഷാർപ്പ് ഒന്നുമല്ല. അപ്പൊ നമ്മുടെ ബോഡി, നമ്മൾക്ക് ഒരു ആളിന്റെ രൂപമാണെന്ന് മനസ്സിലാവും, അല്ലെങ്കിൽ ബോഡിന്റെ രൂപം എന്ന് മനസ്സിലാവും. പക്ഷെ ഒരു ഷാർപ്പായിട്ടുള്ള നിഴല് നമുക്ക് കിട്ടത്തില്ല അല്ലെ. അപ്പൊ ഈ നിഴലുകളുടെ അരികുകൾ അവ്യക്തമായി കാണുന്നതിന് കാരണം എന്താണ്? ഡിഫ്രാക്ഷനാണ്. അപ്പൊ എഴുതണേ, നിഴലുകളുടെ അരികുകൾ അവ്യക്തമായി കാണുന്നു, അത് ഡിഫ്രാക്ഷൻ കാരണം. അടുത്തൊരെണ്ണേ, നിങ്ങൾ ചില സമയത്തൊക്കെ നോക്കിക്കഴിഞ്ഞാല് ഈ സൂര്യനും ചന്ദ്രനൊക്കെ ചുറ്റും നല്ല പൗർണമി ദിവസങ്ങളിലൊക്കെ ഈ ചന്ദ്രന് ചുറ്റും ഒരു പ്രകാശ വലയം കാണാൻ പറ്റും രാത്രി.
ചില സമയങ്ങളിൽ ഉച്ച സമയത്തൊക്കെ സൂര്യന് ചുറ്റും വേണമെങ്കിൽ ആ പ്രകാശവലയം നന്നായിട്ട് നമുക്ക് വലയമായിട്ട് തന്നെ കാണാൻ പറ്റും. അങ്ങനെ പ്രകാശവലയം ഉണ്ടാവാൻ കാരണം എന്താണ്? ഡിഫ്രാക്ഷൻ ആണ്. ഓക്കെ, സൂര്യനും ചന്ദ്രനും ചുറ്റും കാണപ്പെടുന്ന പ്രകാശവലയം, സൂര്യനും ചന്ദ്രനും ചുറ്റും കാണപ്പെടുന്ന പ്രകാശവലയത്തിന് കാരണം എന്താണ്? ഡിഫ്രാക്ഷൻ ആണ്. ഇനി എപ്പോഴും ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യം, സി ഡിയിലെ വർണ്ണരാജിക്ക് കാരണം. സി ഡിയിലെ നമ്മുടെ DVD ഡിസ്ക്, ആ ഡിസ്ക് എടുക്കുമ്പോൾ അതിനകത്ത് പല പല കളർ കാണാം. അപ്പൊ മഴവിൽ നിറങ്ങളാണ് കാണുന്നത്. അപ്പൊ നമുക്കത് പ്രകീർണനാണോ എന്നൊരു സംശയം വരും. പക്ഷെ അത് ഡിഫ്രാക്ഷൻ ആണ് കേട്ടോ. സി ഡിയിലെ വർണ്ണരാജിക്ക് കാരണം എന്താണ്? ഡിഫ്രാക്ഷൻ. സി ഡിയിലെ വർണ്ണരാജിക്ക് കാരണം ഡിഫ്രാക്ഷൻ. എഴുതി? ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, അടുത്തൊരു പ്രകാശ പ്രതിഭാസമാണ്. ഇനി ഏതാ ഉള്ളത്? ഇന്റർഫറൻസ്. ഇന്റർഫറൻസ് അല്ലെങ്കിൽ വ്യതികരണം, മലയാളത്തിലാണെങ്കിൽ വ്യതികരണം എന്ന് പറയും. പക്ഷെ ഇന്റർഫറൻസിൽ നിന്ന് തന്നെയാണ് കേട്ടോ എപ്പോഴും ക്വസ്റ്റ്യനിലൊക്കെ ചോദിച്ചുകൊണ്ടിട്ടുള്ള ഇന്റർഫറൻസിൽ നിന്ന് തന്നെയാണ്. എങ്ങാനും ഈ വേർഡ് ചോദിക്കുകയാണെങ്കിൽ എഴുതണം. അതിനുവേണ്ടി വ്യതികരണം. വ്യതികരണം. ഇന്റർഫിയർ ചെയ്യാന്ന് പറഞ്ഞാൽ കൂട്ടിമുട്ടുക അല്ലെങ്കിൽ പരസ്പരം സംസാരിക്കുക, അതിനൊക്കെ നമ്മൾ ഇന്റർഫിയർ ചെയ്യാന്ന് പറയാം. ഇടപെടുക എന്നുള്ള അർത്ഥമല്ലേ. അപ്പോ രണ്ടോ അതിലധികമോ പ്രകാശരശ്മികൾ ഇങ്ങനെ ഒരു ഭാഗത്ത് കൂട്ടിമുട്ടിയാൽ അവിടെ നടക്കുന്ന പ്രതിഭാസത്തിനെ വിളിക്കുന്ന പേരാണ് ഇന്റർഫറൻസ് കേട്ടോ. രണ്ടോ അതിലധികമോ പ്രകാശരശ്മികൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് ഇന്റർഫറൻസ്. അപ്പൊ ഇന്റർഫറൻസിന് അത് കാണപ്പെടുന്ന സാഹചര്യങ്ങൾ എഴുതണം. ഒന്നാമത്തത് സോപ്പ് കുമിളയിലെ വിവിധ വർണ്ണങ്ങൾ. സോപ്പ് കുമിള എടുക്കുമ്പോൾ അതിനകത്തൊരു മഴവിൽ വർണ്ണമൊക്കെ കാണാൻ പറ്റും. സി ഡിയിൽ കാണുന്ന പോലത്തെ ഒരു കളറൊക്കെ കാണാം. അപ്പൊ സോപ്പ് കുമിളയിലെ വർണ്ണങ്ങൾ. രണ്ടാമത്തത് ഈ റോഡിലൊക്കെ ഗട്ടറിലൊക്കെ വെള്ളം കിടക്കുന്ന സ്ഥലത്ത് പെട്രോളോ ഡീസലോ അല്ലെങ്കിൽ എണ്ണയോ അല്ലെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ ആയാലും മതി, വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ഒരു ലെയർ പോലെ ഇങ്ങനെ ഒരു നിറം കാണാൻ പറ്റും. അതിന് കാരണവും എന്താണ്? ഇന്റർഫറൻസ് ആണ്. അപ്പോ ജലോപരിതലത്തിൽ എണ്ണ, പെട്രോൾ, ഡീസൽ തുടങ്ങിയവ ഉണ്ടാക്കുന്ന നിറങ്ങൾ, ജലോപരിതലത്തിൽ ഇതൊക്കെ വീഴുമ്പോൾ ഉണ്ടാകുന്ന നിറങ്ങൾ, അതെന്താണ്? ഇന്റർഫറൻസ് ആണ്. അടുത്തൊരെണ്ണം ഹോളോഗ്രാം. ഹോളോഗ്രാം കണ്ടിട്ടുണ്ടോ? ഇപ്പൊ നമ്മൾ ചില ബുക്സ് ഒക്കെ വാങ്ങുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സ്റ്റിക്കറാണ്, ഒരു വെള്ളി കളറിലുള്ള ഒരു സ്റ്റിക്കറാണ്, അതിങ്ങനെ തിളങ്ങും ഇല്ലേ? ഒന്നും വേണ്ട, നിങ്ങൾ ഈ സൈക്കിൾ അഗർബത്തിയൊക്കെ വാങ്ങുന്ന സമയത്തെ സൈക്കിൾ അഗർബത്തിയിൽ ഒരു സ്റ്റിക്കർ കാണൂലേ, അത് ഹോളോഗ്രാം അല്ല, എന്നാലും ഞാൻ പറയാണ്. അതുപോലത്തെ ഒരു സ്റ്റിക്കർ, ഒരു സിൽവർ കളറിലുള്ള സ്റ്റിക്കറാണ് എന്ത്? ഹോളോഗ്രാം എന്ന് പറയുന്നത്. അതിനൊരു തിളക്കമുണ്ട്. ആ തിളക്കത്തിന് കാരണം ഇന്റർഫറൻസ് ആണ്. അപ്പൊ ഹോളോഗ്രാം എന്ന് പറഞ്ഞാല് ഒരു വസ്തുവിന്റെ ത്രിമാന ചിത്രീകരണം, അതായത് 3D രൂപത്തിൽ നമുക്ക് ആ വസ്തുവിനെ കാണാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയുന്ന സാങ്കേതിക വിദ്യ വിളിക്കുന്ന പേരാണ് ഹോളോഗ്രാം എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഹോളോഗ്രഫി എന്ന് വിളിക്കും. ആ സ്റ്റിക്കറിനെ വിളിക്കുന്ന പേരാണ് ഹോളോഗ്രാം. അപ്പൊ ഹോളോഗ്രാമിൽ ഉപയോഗിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇന്റർഫറൻസ്. കിട്ടിയോ? ഇനി അവസാനത്തെ ഒരു പ്രതിഭാസമല്ല, പ്രകാശത്തിന്റെ ഒരു പ്രത്യേകതയാണ് വീക്ഷണ സ്ഥിരത. നമ്മുടെ കണ്ണിന്റെ പ്രത്യേകതയാണത്, വീക്ഷണ സ്ഥിരത അല്ലെങ്കിൽ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. വീക്ഷണ സ്ഥിരത അല്ലെങ്കിൽ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. മനുഷ്യന്റെ വീക്ഷണ സ്ഥിരത എത്രയാണ്? മനുഷ്യന്റെ വീക്ഷണ സ്ഥിരത 1/16. 1/16, 16 സെക്കൻഡ്. അതായത് നമ്മളൊരു എന്തെങ്കിലും ഒരു സാധനത്തിനെ കണ്ടു കഴിഞ്ഞാല് അത് നമ്മുടെ കണ്ണിൽ മുന്നിൽ നിന്ന് മാറ്റി കഴിഞ്ഞാലും 16 സെക്കൻഡ് സമയം കൂടി നമ്മുടെ കണ്ണിനകത്ത് എന്ത് കാണും? അതിന്റെ ഒരു പ്രതിബിംബം റെറ്റിനയിലുണ്ടാവും, രൂപം നമ്മുടെ മനസ്സിൽ കാണും. അതിനെ വിളിക്കുന്ന പേരാണ്, ആ ഒരു കഴിവിനെ, കണ്ണിന്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വീക്ഷണ സ്ഥിരത എന്ന് വിളിക്കും. മനുഷ്യന്റെ 16 സെക്കൻഡ്. അപ്പൊ ഈ വീക്ഷണ സ്ഥിരത കൊണ്ട് നമുക്ക് അനുഭവവേദ്യമാണ് കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തത്, നിങ്ങൾ ഫാൻ ഇട്ടിട്ട് ഫാനിനാകെ 3 അല്ലെങ്കിൽ 4 ലീഫേ കാണുള്ളൂ. പക്ഷെ ഫാൻ കറങ്ങുമ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ലീഫ് നിറഞ്ഞു നിൽക്കുന്നതായിട്ട് തോന്നും ഇല്ലേ? അപ്പൊ ഫാനിന്റെ ദളങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതായി തോന്നുന്നു. ഒന്നാമത്തത്,
ഫാനിന്റെ ദളങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതായി തോന്നുന്നു. അടുത്തത് രണ്ടാമത് എഴുതണം. തീക്കൊള്ളി ചുഴറ്റുമ്പോൾ അതായത് നിങ്ങളൊരു കമ്പ് തീ കത്തിച്ചിട്ട് ആ കമ്പിനെ ഇങ്ങനെ വട്ടത്തിൽ കറക്കി കഴിഞ്ഞാൽ ഒരു തീ കൊണ്ടുള്ള വലയം ഉണ്ടാകുന്ന പോലെ തോന്നും, ഒരു റിങ് ഫോം ചെയ്യുന്ന പോലെ തോന്നും അല്ലെ? അപ്പൊ തീക്കൊള്ളി ചുഴറ്റുമ്പോൾ തീ വലയം രൂപപ്പെടുന്നു. തീക്കൊള്ളി ചുഴറ്റുമ്പോൾ തീ വലയം രൂപപ്പെടുന്നു. തീ വലയം രൂപപ്പെടുന്നു. അടുത്ത മൂന്നാമതായിട്ട് എഴുതണം. ദൂരെ നിന്ന് നോക്കുമ്പോൾ വെള്ളച്ചാട്ടങ്ങൾ നിശ്ചലമായി തോന്നുന്നു. ദൂരെ നിന്ന് നോക്കുമ്പോൾ വെള്ളച്ചാട്ടങ്ങൾ നിശ്ചലമായി തോന്നുന്നു. അതായത് അനങ്ങുന്നതായിട്ട് തോന്നത്തേ ഇല്ല. അടുത്തേക്ക് ചെല്ലുമ്പോൾ മാത്രമേ അത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ദൂരെ നോക്കുമ്പോൾ ഒരു നൂല് പോലെ എന്താണ് നിശ്ചലമായിട്ടാണ് തോന്നുന്നത്. അടുത്തത് മഴത്തുള്ളികൾ ദണ്ടുകൾ പോലെ കാണപ്പെടുന്നു. നിങ്ങളിങ്ങനെ നോക്കിയാൽ മനസ്സിലാവും. റൂഫിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം വീഴുമ്പോഴേ, നല്ല മഴയാണെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം വീണുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഡ്രോപ്പ് ആയിട്ടല്ല ഫീൽ ചെയ്യുന്നത്. ഒറ്റ ഇങ്ങനെ ഒരു റോഡ്, നീളമുള്ള ഒരു റോഡ് പോലെ ഫീൽ ചെയ്യും അല്ലേ? അപ്പോ മഴത്തുള്ളികൾ ദണ്ടുകൾ പോലെ കാണപ്പെടുന്നു. മഴത്തുള്ളികൾ ദണ്ടുകൾ പോലെ കാണപ്പെടുന്നു. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സിനിമ എന്ന അനുഭവം. അതായത് സിനിമ അറിയാലോ, സിനിമ എന്ന് പറയുന്നത് ഇപ്പോഴാണ് നമുക്ക് ഡിജിറ്റൽ ക്യാമറയൊക്കെ ഉള്ളത്. പണ്ടാണെങ്കിൽ എന്താണ്, ഫിലിമാണ് ഉപയോഗിക്കുക അല്ലേ? ഫിലിമുണ്ട്. അപ്പൊ ഈ ഫിലിം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് ആ ഫോട്ടോയെ സ്പീഡിൽ കറക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആളുകൾ ചലിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. നിങ്ങൾ സെല്ലുലോയിഡ് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? കുറെ ഫിലിം ഉണ്ട്, അതിലിങ്ങനെ കണ്ടിന്യൂസ് ഫോട്ടോ ആയിരിക്കും. അതിങ്ങനെ സ്പീഡിൽ പ്രൊജക്ടർ സ്പീഡിൽ അത് മൂവ് ചെയ്യിക്കുമ്പോൾ എന്ത് ചെയ്യും, അത് നമുക്ക് ആള് മൂവ് ചെയ്യുന്നതായിട്ട് അനങ്ങുന്നതായിട്ടൊക്കെ തോന്നും. അതാണ് സിനിമ. അത് സിനിമ എന്ന് പറയുന്ന അതിൽ ഉപയോഗിക്കുന്നത് ഈ വീക്ഷണ സ്ഥിരതയാണ്. അപ്പൊ സിനിമ എന്നാണ്. ഓക്കെ, അപ്പൊ ഇത്രയും പ്രകാശ പ്രതിഭാസങ്ങള് അവയുടെ എക്സാമ്പിളും കിട്ടിയില്ലേ? ഇത്രയും നിങ്ങൾ പഠിക്കണേ, ഇത്രയും കാര്യങ്ങൾ പഠിക്കണം, വ്യക്തമായിട്ട് പഠിക്കാം. ഓക്കെ ആണോ? ഇനി നമുക്ക് കുഞ്ഞു ടോപ്പിക്കും കൂടെ അങ്ങ് പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് നടത്താം. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞ് നമ്മുടെ സിലബസിലുണ്ട്. നമുക്കത് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമില്ല. ഞാൻ എന്നാലും ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ ഓർഡർ പറയാം. നിങ്ങൾ ആ ഓർഡർ ഒന്ന് എഴുതണേ. ആദ്യം ഓർഡർ എഴുതണം, ആരോ വിട്ട് എഴുതാം. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ആദ്യം റേഡിയോ വേവ്, റേഡിയോ തരംഗങ്ങൾ. പിന്നുള്ളത് മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, ദൃശ്യപ്രകാശം. അടുത്ത് അത് കഴിഞ്ഞിട്ട് അൾട്രാ വയലറ്റ്. ദൃശ്യപ്രകാശം കഴിഞ്ഞ അൾട്രാ വയലറ്റ്. അത് കഴിഞ്ഞിട്ട് എക്സ്റേ. ഏറ്റവും ഒടുവിലായിട്ട് ഗാമാ കിരണങ്ങൾ. താഴെ എഴുതി വെക്കണം. തരംഗദൈർഘ്യം കുറഞ്ഞു വരുന്ന ക്രമം. അല്ലെങ്കിൽ ആവൃത്തി കൂടി വരുന്ന ക്രമം. ഒന്നുകിൽ തരംഗദൈർഘ്യം കുറഞ്ഞു വരുന്ന ക്രമം എന്ന് പറയാം, അല്ലെങ്കിൽ ആവൃത്തി കൂടി വരുന്ന ക്രമം. അങ്ങനെയാണെങ്കിൽ ഇത് ഏറ്റവും തരംഗദൈർഘ്യം കൂടിയത് ആർക്കായിരിക്കും? റേഡിയോ കിരണങ്ങൾക്കായിരിക്കും. തരംഗദൈർഘ്യം കൂടുതൽ റേഡിയോ കിരണം. തരംഗദൈർഘ്യം ഏറ്റവും കുറവ് ആർക്കായിരിക്കും? ഗാമാ കിരണങ്ങൾക്കായിരിക്കും. ഇനി തിരിച്ച് ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? ഗാമയ്ക്കായിരിക്കും. ആവൃത്തി ഏറ്റവും കുറവ് ആദ്യത്തെ ആളിന്, റേഡിയോ വേവിലായിരിക്കും. കിട്ടിയോ? അത് മനസ്സിലായോ? ഇനി ഒരു കാര്യം കൂടെ എഴുതുന്നേ. ഇതിൽ ഏറ്റവും ഇടുങ്ങിയ ഭാഗം, അതായത് ഏറ്റവും വേവ് ലെങ്ത് കുറഞ്ഞതാണ് ദൃശ്യപ്രകാശം.
എഴുതി വെക്കണം. ഏറ്റവും ഇടുങ്ങിയ ഭാഗമാണ് ദൃശ്യപ്രകാശം. ദൃശ്യപ്രകാശം, വിസിബിൾ ലൈറ്റ്. ഈ വിസിബിൾ ലൈറ്റിന്റെ വേവ് ലെങ്ത് കൂടെ എഴുതിക്കണേ. 400 മുതൽ 400 to 700 നാനോമീറ്റർ. 400 മുതൽ 700 നാനോമീറ്റർ വരെയാണ് എന്തിന്റെ ദൃശ്യപ്രകാശത്തിന്റെ വേവ് ലെങ്ത്. ഏറ്റവും ഇടുങ്ങിയ ഭാഗം ദൃശ്യപ്രകാശമാണ്. ഓക്കെ ആണോ? ഇന്ന് പറഞ്ഞ ഇത്ര ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇത്ര ഓക്കെ ആണോ? നമുക്ക് ഇനി ഒരു ക്ലാസ് കൂടെ കിട്ടുമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൽ കുറച്ച് ബാക്കിയുണ്ട്, കെമിസ്ട്രിയിലും കുറച്ച് ബാക്കിയുണ്ട്. അതെല്ലാം കൂടെ നമുക്ക് ആ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, താങ്ക് യു.